അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. റബ്ബി സിദ്നാ ഇൽമൻ നാഫിഅ. അൽഹംദുലില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അതിമഹത്തായ അനുഗ്രഹത്താൽ നമുക്ക് അള്ളാഹുവിന്റെ ദിക്റിന്റെ ഒരു മജ്ലിസിൽ ഒരുമിക്കാൻ സാധിച്ചു. അൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് എല്ലാവരിൽ നിന്നും അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ. പറയുന്ന ഓരോ കാര്യങ്ങളും കേൾക്കുന്ന കാര്യങ്ങളും ഹൃദയം കൊണ്ട് കേൾക്കാനും ജീവിതത്തിൽ പകർത്താനും പ്രാവർത്തികമാക്കാനും റഹ്മാനായ റബ്ബ് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വലിയ ഒരു അനുഗ്രഹം തന്നെയാണ് നമുക്ക് എല്ലാ ദിവസവും അള്ളാഹുവിനെ കുറിച്ചും ദീനിനെ കുറിച്ചും നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ട ഒരുപാട് വിഷയങ്ങളെ കുറിച്ചും നമുക്ക് അറിവ് കിട്ടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഏറ്റവും വലിയൊരു സൗഭാഗ്യത്തിലാണ് നമ്മൾ ഓരോരുത്തരും ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും വലിയ അനുഗ്രഹം, അള്ളാഹുവിന്റെ ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഹിദായത്ത് എന്നുള്ളത്, അല്ലെ? സുബ്ഹാനല്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അത് വളരെ നല്ല രൂപത്തിൽ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. സന്മാർഗത്തിലേക്കുള്ള വഴികൾ, ഹിദായത്തിന്റെ, അള്ളാഹുവിന്റെ ഹിദായത്തിന്റെ വെളിച്ചം നമ്മളിലേക്ക് അള്ളാഹു തആല എത്തിച്ചു തന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ വെളിച്ചം നമ്മളെല്ലാവരും സ്വീകരിക്കാൻ തയ്യാറാകണം. ആ വെളിച്ചത്തിൽ നിന്ന് നമ്മൾ എടുക്കാനും നമ്മളെ ജീവിതത്തിൽ ആ വെളിച്ചം കൊണ്ടു നടക്കാനും മറ്റുള്ളവർക്ക് ആ വെളിച്ചം പകർന്നു കൊടുക്കാനും നമ്മളെപ്പോഴും പരിശ്രമിച്ചുകൊണ്ടേയിരിക്കണം. അങ്ങനെ ആകുമ്പോഴാണ് നമുക്ക് നാളെ നമ്മളെ ഖബറുകൾ പ്രകാശപൂരിതമാക്കാൻ, ആ ഖബറുകളിൽ നമുക്ക് വെളിച്ചം ലഭിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ഇപ്പോഴേ നമ്മൾ ആ വെളിച്ചം സ്വീകരിക്കണം. അപ്പം നമുക്ക് ഒരുപാട് അറിവിന്റെ ഒരുപാട് ദിവസേന പല മാർഗങ്ങളിലൂടെയും നമുക്ക് അറിവുകൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോരുത്തരും ഇത് നമുക്കെതിരായി സാക്ഷി പറയുന്ന, നമ്മളോട് തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു കാര്യമായിട്ട് മാറിപ്പോകാൻ പാടില്ല. ഈ കാര്യങ്ങളെല്ലാം നമുക്ക് അനുകൂലമായി വരണം. അള്ളാഹു അതിന് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഇപ്പൊ നമ്മൾ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് ബർക്കത്താണ്, അല്ലെ? ബർക്കത്ത് എന്ന് പറയുമ്പോൾ നമ്മള് സുപരിചിതമായ ഒരു പദം, നമ്മളെല്ലാവരും മലയാളം പറയുന്ന പോലെ പറയുന്ന, അല്ലെ? നമ്മളെ നാവിൻ തുമ്പില് എപ്പോഴും സുപരിചിതമായ ഒരു പദമാണെന്ത്? ബർക്കത്ത് എന്നുള്ളത്. അതിന്റെ അർത്ഥം പറയുമ്പോൾ ഒരുപാടുണ്ട്. അതിന് ഐശ്വര്യം, പുരോഗതി, അനുഗ്രഹം, സൗഭാഗ്യം, വളർച്ച, വർധനവ്, സമൃദ്ധി, ഇങ്ങനെയുള്ള എല്ലാ അർത്ഥങ്ങളിലും ഈ ബർക്കത്ത് എന്നുള്ള പദം ഉപയോഗിക്കുന്നു എന്നാ പറയുന്നത്. ഇതിന് പണ്ഡിതന്മാരൊരു നിർവചനം പറഞ്ഞിട്ടുണ്ട്. ബർക്കത്ത് എന്ന് പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് നമുക്ക് നന്മകൾ ലഭിക്കല് മാത്രമല്ല, ആ ലഭിച്ച നന്മകള് നമുക്ക് സ്ഥിരമായി. വലൈക്കുസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ക്ലാസ് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ സലാം പറയണമെന്നില്ല കേട്ടോ. അപ്പം നമുക്ക് ലഭിച്ച അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് നമുക്ക് നന്മകൾ ലഭിക്കുക എന്നുള്ളതും ആ ലഭിച്ച നന്മകൾ നമുക്ക് സ്ഥിരമായി നിലനിൽക്കുക എന്നുള്ളതും അതുപോലെ തന്നെ അത് വർധനവുണ്ടാകുക എന്നും, അതാണെന്ത്? ബർക്കത്ത് എന്ന് പറയുന്നത്. ബർക്കത്തിന്റെ ഉടമസ്ഥൻ ആരാണ്? അത് അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രം. തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. നമ്മളെ സാഹിബത്തിൽ ഫസ്റ്റ് തന്നെ അതല്ലേ? മാഷാഅല്ലാഹ്. സൂറത്തുൽ മുൽക്കല്ലേ? തബാറക്ക, അല്ലെ? അല്ലാഹു എത്ര അനുഗ്രഹീതനാണ്. സൂറത്തുൽ മുൽക്കിൽ നമ്മൾ ഇപ്പോഴും പാരായണം ചെയ്യുന്നതല്ലേ, അല്ലെ? ഏതൊരുവന്റെ കയ്യിലാണോ അവൻ അനുഗ്രഹപൂർണനായിരിക്കുന്നു, അല്ലെ? സുബ്ഹാനല്ലാഹ്. എല്ലാ ബർക്കത്തുകളുടെയും ഉടമ അവനാണ്. ആര്? അല്ലാഹു സുബ്ഹാനഹു വ തആല. അവൻ വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, എല്ലാ കാര്യത്തിനും കഴിവുള്ള ആ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് എന്ത്? അനുഗ്രഹപൂർണനായിരിക്കുന്ന എല്ലാ ബർക്കത്തുകളുടെയും ഉടമസ്ഥൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. ഒരിക്കല് സഹാബാക്കള് അബൂ അബ്ദുള്ള റളിയല്ലാഹു അൻഹു വിവരണം ചെയ്യുന്ന ഒരു ഹദീസ് പറയാണ്.
ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഒരു യാത്രയിലായിരുന്നു. നസീറ അൺമ്യൂട്ട് ആവുന്നവരൊന്ന് മ്യൂട്ട് ചെയ്യണേ നസീറ. എല്ലാരും മ്യൂട്ട് ആക്കണം. എന്നാ എല്ലാരും മ്യൂട്ട് ചെയ്തോ, ഞാൻ ക്ലാസ് കഴിഞ്ഞിട്ട് ഓപ്പൺ ചെയ്താൽ മതി. ഓരോരാളത് അറിയാണ്ട് ഇങ്ങനെ അൺമ്യൂട്ട് ആയി പോന്നാന്ന് തോന്നുന്നുണ്ട്. പറഞ്ഞു ചെയ്ത്. ഓക്കെ. അപ്പം പിന്നെ അവര് പറയാന്ന്, ഞങ്ങള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഒരു യാത്രയിലായിരുന്നു. വെള്ളം കുറവേ ഉള്ളൂ അവരടുത്ത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കാന്ന്, അല്പം വെള്ളം ആരുടെയെങ്കിലും അടുക്കൽ ബാക്കിയുണ്ടോ എന്ന് അന്വേഷിക്കുക. അങ്ങനെ സഹാബിമാര് അല്പം വെള്ളമുള്ളൊരു പാത്രം കൊണ്ടുവന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ പാത്രത്തിൽ കൈ പ്രവേശിപ്പിച്ച് എന്നിട്ട് എന്താ പറഞ്ഞത്? ബറക്കത്തുള്ള ശുദ്ധജലം ആവശ്യമുള്ളവർ മുന്നോട്ട് വരിക, ഈ ബറക്കത്ത് അള്ളാഹുവിങ്കിൽ നിന്നത്രേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിരലുകൾക്കിടയിലൂടെ വെള്ളം ഉറവെടുക്കുന്നത് ഞാൻ കണ്ടു. ബുഖാരി റിപ്പോർട്ട് ചെയ്ത സ്വഹീഹായ ഹദീസാണ്. ഇങ്ങനെയുള്ളതൊക്കെ കാണുമ്പോ, ഇങ്ങനത്തെ കേൾക്കുമ്പോ ഒരിക്കലും നമുക്കിത് ഇല്ലാത്തതാണെന്നും തോന്നി പോകരുത് കേട്ടാ. രാവിലെ ക്ലാസ് കഴിഞ്ഞപ്പോ ഒരാളിങ്ങനെ സംശയം ചോദിക്കുന്നുണ്ടായിന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅ്ജിസത്ത് ആകെ പരിശുദ്ധ ഖുർആൻ മാത്രമല്ലേ, മറ്റേ ഇതെല്ലാം മുഅ്ജിസത്താണോ എന്ന് ചോദിച്ചിട്ട്. സത്യത്തില് അവർക്ക് അത് അറിയാത്തോണ്ടായിരിക്കാം. നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താന്ന് വെച്ചാല്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും വലിയ മുഅ്ജിസത്ത് പരിശുദ്ധ ഖുർആൻ. അതല്ലാതെ ഒരുപാട് കാര്യങ്ങള് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അല്ലാഹു സുബ്ഹാനഹു വ തആല കാണിച്ചു കൊടുത്തിട്ടുണ്ട് സഹാബാക്കൾക്കൊക്കെയും തന്നെ. അപ്പൊ അതിൽപ്പെട്ട ഒരു കാര്യമാണ് ഇത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് അള്ളാഹിന്റെ റസൂലിന് അള്ളാഹു തആല ആ സമയത്ത് പ്രവാചകന്മാർക്ക് ചില സമയത്ത് നൽകുന്ന അമാനുഷിക ദൃഷ്ടാന്തങ്ങളാണ് മുഅ്ജിസത്ത് എന്ന് പറയുന്നത്. അപ്പൊ ആ വെള്ളത്തില് കൈ മുക്കി പിന്നെ എന്നിട്ട് എല്ലാരോടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിരലുകൾക്കിടയിലൂടെ വെള്ളം ഇങ്ങനെ ഉറവ് വരുന്നത് ഞാൻ കണ്ടു എന്ന് ആ സഹാബി പറയുന്നത് ബുഖാരി റിപ്പോർട്ട് ചെയ്ത സ്വഹീഹായ ഹദീസാണ്. അപ്പം ബറക്കത്ത് ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ളതാണ്. പിന്നെ അവിടെ പ്രത്യേകം പറയുന്നുണ്ട് ബർക്കത്ത് അള്ളാഹുവിങ്കിൽ നിന്നാണ് എന്നുള്ളത്. അവിടെ പ്രത്യേകം പറയുന്നല്ല, ഇത് എന്റെ കൈയിന്റെ ബർക്കത്താണ്, എന്റെ കൈ ഇതിൽ ഇട്ടുകൊണ്ടുള്ള ബർക്കത്താണ് ഒന്നും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല കേട്ടോ. നമ്മൾ ഓരോരുത്തരും ഇത് മനസ്സിലാക്കണം. ചില ആൾക്കാർ ഇങ്ങനെ പറയൂലേ, നമ്മള് ആർക്കെങ്കിലൊക്കെ എന്തെങ്കിലും കൊടുത്താല് അവരോ നിങ്ങളെ കൈക്ക് നല്ല ബർക്കത്താണ്. സത്യത്തില് അത് അങ്ങനെ പറയുമ്പോൾ പോലും നമ്മൾ പറയേണ്ടത് എന്താണ്? അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നതാണ്. അത് അല്ലാഹു തആല പ്രവാചകന്മാർക്ക് മുഅ്ജിസത്ത് നൽകുന്നുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ വലിയകൾക്ക് അള്ളാഹു കറാമത്തായിട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ നൽകും. അപ്പം പക്ഷെ അവിടെയും അതിന്റെ ഉടമസ്ഥൻ ആരാണ്? അത് അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കാം. അപ്പം അള്ളാഹു ആണ് അതിന്റെ ഉടമസ്ഥൻ. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് തടഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തരാൻ വേണ്ടിയിട്ട് വേറൊരാൾക്കും കഴിയൂല. അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചില സ്ഥലങ്ങൾക്ക് ഭയങ്കരമായ ബർക്കത്ത് അല്ലാഹു തആല നൽകിയിട്ടുണ്ട് അല്ലെ. അതില് പെട്ടതാണ് മക്ക, മദീന, പിന്നെ ബൈത്തുൽ മുഖദ്ദസും അതിന്റെ പരിസരവും. പിന്നെ അവിടെ നമ്മള് ഇതിൽ പഠിച്ചില്ലല്ലേ, സൂറത്തുൽ ബഖറയിലല്ലേ, ആലിമ്രാനല്ലേ, അത് പഠിച്ചിട്ടില്ല. എത്ര ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറകൻ വഹുദൻ ലിൽ ആലമീൻ. മനുഷ്യർക്ക് വേണ്ടി സ്ഥാപിക്കപ്പെട്ട ആരാധനാ മന്ദിരം അല്ലെ, ആദ്യത്തെ. പിന്നെ അതെന്താണ്? മുബാറക്കൻ അല്ലെ, അനുഗ്രഹീതമായതാണ്. വഹുദൻ ലിൽ ആലമീൻ, ലോകർക്ക് മാർഗദർശനമായും അത് നിലകൊള്ളുന്നു. അപ്പം മക്ക എന്നുള്ളത് നമുക്കറിയാലോ, അതൊരു അനുഗ്രഹീത നാട് തന്നെയാണ്. സുബ്ഹാനല്ലാഹ്, മക്കയും മദീനയും പോയ ആൾക്കാർക്ക് അതിന്റെ ആ ഒരു ആസ്വാദനം ശരിക്കും അനുഭവിച്ചറിയാൻ സാധിക്കുക തന്നെ ചെയ്യും. അതുപോലെ തന്നെ പിന്നെ മദീനന്റെ കാര്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചത് എന്താണെന്നറിയോ? അല്ലാഹുമ്മ ജഅൽ ബിൽ മദീനതി ളിഅഫ മാ ജഅൽത ബിമക്കത മിനൽ ബറക. മക്ക രാജ്യത്തിന് ചെയ്തതിന്റെ ഇരട്ടി ബർക്കത്ത് മദീനക്ക് ചെയ്യണേ. സുബ്ഹാനല്ലാഹ്, അത് ആ ഒരു ശ്രേഷ്ഠത അതും നമുക്ക് കണ്ടും കേട്ടും അറിയാൻ സാധിക്കുന്നുണ്ട് അല്ലെ. ശരിക്കും മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയി കഴിഞ്ഞാൽ മദീന
വേറെ തന്നെ ഒരു അനുഭൂതിയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥന അല്ലെ. സുബ്ഹാനല്ലാഹ്. അപ്പം ഇരട്ടി ബറക്കത്ത് അല്ലെ മദീനക്കും. അതുപോലെ തന്നെ പിന്നെ നമ്മൾ സൂറത്തുൽ ഇസ്രായിൽ നമുക്ക് കാണാൻ സാധിക്കും, സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗലഹു. അല്ലെ, അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് കൊണ്ടുപോയ ആ ഒരു രാത്രി അവിടെ അവിടെ പ്രത്യേകം പറയുന്നുണ്ട് എന്ത്, അല്ലദീ ബാറക്നാ ഹൗലഹു, അതിന്റെ പരിസരം നാം അനുഗ്രഹീതമാക്കിയിരിക്കുന്നു. അപ്പം അതൊക്കെ ചില സ്ഥലങ്ങൾക്ക് അള്ളാഹു നൽകിയ ബറക്കത്താണ്. അതുപോലെ തന്നെ ചില വ്യക്തികൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ബറക്കത്ത് നൽകിയിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് ഈസാ നബി അലൈഹിസ്സലാം. പരിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട് അല്ലെ, ഖാല ഇന്നി അബ്ദുല്ലാഹി ആതാനിയൽ കിതാബ് വജഅലനി നബിയ്യൻ വജഅലനി മുബാറക്കൻ ഐനമാ കുന്തു വഔസാനി ബിസ്സലാത്തി വസക്കാത്തി മാ ദുംതു ഹയ്യാ. പിന്നെ ഈസാ നബി അലൈഹി സ്വലാമിന്റെ ഒരു ഉദ്ധരണിയായിട്ട് പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഞാൻ എവിടെ ആയിരുന്നാലും എന്നെ അവൻ അനുഗ്രഹീതനാക്കിയിരിക്കുന്നു. അപ്പം പിന്നെ ചില വ്യക്തികൾക്ക് നൽകിയ ബറക്കത്തുകൾ, അതുപോലെ തന്നെ നമുക്കറിയാം ചില സമയങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ബർക്കത്ത് നൽകിയിട്ടുണ്ട് അല്ലെ. സുബ്ഹാനല്ലാഹ്. ചില സമയങ്ങൾക്ക് ബർക്കത്ത് നൽകിയതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സമയമാണ് എന്ത്, പ്രഭാത സമയം, രാവിലത്തെ ആ ഒരു സമയം എന്ന് പറയുന്നത്. പ്രത്യേകം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ച ഒരു സമയം അല്ലെ, അല്ലാഹുമ്മ ബാരിക് ലി ഉമ്മത്തി ഫീ ബുകൂരിഹാ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനയും എന്താണ്, അല്ലാഹുവേ എന്റെ ഉമ്മത്തിന് അവരുടെ പ്രഭാതത്തിൽ നീ അനുഗ്രഹം ചെയ്യണമേ. അപ്പം ആ ഒരു പ്രഭാതത്തിൽ, ആ പ്രഭാത സമയം എന്ന് പറയുന്നത് അനുഗ്രഹീതമായ ഒരു സമയം. ശരിക്കും നിങ്ങൾ ഓരോരുത്തരും അതിനെ ഉപയോഗപ്പെടുത്തുന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് നിങ്ങൾക്ക് മനസ്സിലാവുക തന്നെ ചെയ്യും. പലരും എന്നോട് ചോദിക്കാറുണ്ട്, ടീച്ചറെ ടൈമെല്ലാം എങ്ങനെയാന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാന്ന്. ശരിക്കും ഞാൻ രാവിലെ പണി തുടങ്ങുന്ന ഒരാളാണ്. അൽഹംദുലില്ലാ. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷെ രാവിലെ തന്നെ നമ്മളെ പണികളൊക്കെ പെട്ടെന്ന് അല്ലാഹു തആല ആ ഒരു ബർക്കത്ത് ചെയ്ത സമയത്ത് നമ്മളില്ലേ രാവിലെ ചെയ്യുന്ന കാര്യങ്ങളിൽ ഒരുപാട് നമ്മൾ ഉച്ചയ്ക്ക് ശേഷം ചെയ്യാന്ന് വിചാരിച്ചിട്ട് ചെയ്യാൻ തുടങ്ങിയാൽ ചിലപ്പോൾ അത്ര ഈ രാവിലെ ചെയ്യാൻ കഴിയുന്ന അത്ര നമുക്ക് ഉച്ചയ്ക്ക് ചിലപ്പോൾ ചെയ്യാൻ പറ്റും. ഇത്ര ഇപ്പൊ 2-3 മണിക്കൂർ നമുക്ക് പിന്നെ ഉച്ചയ്ക്ക് ശേഷം പിന്നെ കിട്ടിയാലും ഈ രാവിലത്തെ 1 മണിക്കൂറിന്റെ ഉള്ളിൽ ചെയ്യാൻ കഴിയുന്ന അത്ര കാര്യം വരെ ചെയ്യാൻ പറ്റൂല. പക്ഷെ നമ്മളെ ബോഡിയും എന്തോ ഒരു ടയേർഡായ പോലെ ആകും, ആ ഒരു ഉന്മേഷവും ഉണർവും ഒന്നും ഉണ്ടാവില്ല. നേരെ മറിച്ച് ആ രാവിലത്തെ ആ ഒരു സമയം എന്ന് പറയുന്നത് തീർച്ചയായും വളരെ അനുഗ്രഹം. കാരണം അള്ളാന്റെ റസൂലിന്റെ പ്രാർത്ഥന അല്ലെ, ആ പ്രഭാത സമയം. അതുകൊണ്ടല്ലേ നമ്മളോട് സുബഹി കഴിഞ്ഞാലൊന്നും ഉറങ്ങാൻ പറ്റൂല എന്നല്ല പറയുന്നത്. ചില ആൾക്കാർ ചോദിക്കും ഉറങ്ങിയാൽ കുറ്റുണ്ടോ, അങ്ങനെ ഇങ്ങനെ. കുറ്റൊന്നും ഇല്ല കേട്ടാ. പക്ഷെ ഒരു പിന്നെ ബർക്കത്ത് നഷ്ടപ്പെടും, അത്രേ ഉള്ളൂ. ആ രാവിലെ തന്നെ ചെയ്യുന്ന പണിയിൽ നല്ല ബർക്കത്ത് ഉണ്ടാവും. പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഉറങ്ങിക്കോ അല്ലെ, ഉറങ്ങിയാലേ ശരിയാവും എന്നുള്ളവർക്ക് അത് ഒക്കെ കഴിഞ്ഞിട്ട് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാലോ. അപ്പം ചിലരിങ്ങനെ സംശയങ്ങൾ ചോദിക്കാറുണ്ട്, രാവിലെ നേരത്തെ എഴുന്നേൽക്കുന്നതാണല്ലോ, തഹജ്ജുദിനൊക്കെ വേണ്ടി നേരത്തെ എഴുന്നേൽക്കുന്നവർ രാത്രി വൈകി ഉറങ്ങുകയും ചെയ്യുന്ന ആൾക്കാർക്ക് എന്തായാലും സുബഹി കഴിഞ്ഞാൽ പിന്നെ നിൽക്കാൻ കഴിയില്ല. പ്രത്യേകിച്ച് വിദേശ നാടുകളിൽ, ഗൾഫ് നാടുകളിൽ താമസിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഈ രാത്രി അവര് വൈകിയാ ഉറങ്ങാം. അപ്പൊ രാവിലെ നേരത്തെ എഴുന്നേൽക്കും കൂടി ചെയ്താൽ അവർക്ക് പിന്നെ സുബഹി കഴിഞ്ഞാൽ പിന്നെ അവിടെ നിൽക്കാൻ കഴിയൂല, അത്രയും തലകറങ്ങുന്ന പോലെ ആകും, ഉറക്കം വരും. ശരിക്കും ആ ശീലങ്ങൾ നമ്മൾ മാറ്റണം കേട്ടോ. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകള്, സുന്നത്തുകൾ നമ്മൾ പാലിക്കുന്ന വിഷയത്തില് നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ പല കാര്യങ്ങളിലും. അതുപോലെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് രാത്രി നേരത്തെ ഉറങ്ങാന്നുള്ളത്. ഇശാ നമസ്കാരം കഴിഞ്ഞ് അനാവശ്യമായ കാര്യങ്ങളിൽ ഏർപ്പെടാന്നുള്ളത്, അനാവശ്യ സംസാരങ്ങൾ എല്ലാം കുറ്റമുള്ള കാര്യമാണ്. പാടില്ല എന്ന് വിരോധിച്ച കാര്യമാണ് അനാവശ്യ സംസാരങ്ങൾ പാടില്ല എന്ന് പറഞ്ഞത്. പക്ഷെ ഏറ്റവും കൂടുതൽ അനാവശ്യ സംസാരങ്ങൾ നടക്കുന്നത് ഇപ്പൊ ആയിഷാക്ക് ശേഷമുള്ള സമയമായിരിക്കും. അതുപോലെ നമ്മളെ ബോഡിക്ക് ഏറ്റവും റെസ്റ്റ് വേണ്ടത്, ശാസ്ത്രീയമായിട്ടും പറയുന്നത് ഏറ്റവും നല്ല റെസ്റ്റ്, നമുക്ക് എല്ലാ രോഗങ്ങൾക്കും ഒരു പരിധിവരെ ഒരു മരുന്നും ഇല്ലാതെ നമ്മളെ ശരീരത്തിന് പ്രതിരോധം സൃഷ്ടിക്കാൻ കഴിയുമെന്ന് പറയുന്നുണ്ട്. ആ പ്രതിരോധ ശേഷി നമ്മളെ ബോഡിയിൽ അല്ലാഹു തആല ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ അതിനെ നമ്മൾ എന്താക്കുന്നത്, നഷ്ടപ്പെടുത്തി കളയുന്നത് നമ്മൾ തന്നെ സ്വയം അല്ലെ, നമ്മൾ തന്നെ പ്രവർത്തിച്ചതിന്റെ അനന്തര ഫലമായി നമ്മൾ പലതും അനുഭവിക്കുന്നത് സത്യത്തില്.
അപ്പൊ രാത്രിയിൽ കഴിയുന്നത്ര നേരത്തെ ഉറങ്ങാൻ എല്ലാവരും ശ്രദ്ധിക്കുക. രാത്രി നേരത്തെ ഉറങ്ങിയിട്ട് കുറച്ച് നേരത്തെ എഴുന്നേറ്റ് പിന്നെ ഉറക്കം വരും. പക്ഷെ ആ രാവിലത്തെ സമയം ഉറങ്ങാതെ ഉച്ചക്ക് മുമ്പോ അല്ലെങ്കിൽ ഉച്ചക്ക് ശേഷമോ കുറച്ച് സമയം ഉറങ്ങിയാൽ മതി. ആ ഒരു കുറച്ച് സമയം ഉറങ്ങിയാൽ തന്നെ നമുക്ക് രാത്രിയിലത്തെ ആ ഉറക്കം മേക്കപ്പ് ആകാൻ കഴിയും. രാത്രി നേരത്തെ എഴുന്നേൽക്കുന്നതിന്റെ ഒന്നും ഒരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. നമ്മൾ ആ ശരീരം ആ രീതിയിൽ ഒന്ന് പാകപ്പെടുത്തി കൊണ്ടുവന്നാൽ നല്ലതായിരിക്കും. ഇൻഷാ അല്ലാഹു എല്ലാവർക്കും കാര്യങ്ങൾ നല്ല രൂപത്തിൽ ക്രമീകരിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. അപ്പം സമയങ്ങൾക്ക് ബർക്കത്ത് നൽകിയതാണ് ഈ പ്രഭാതത്തിലുള്ള ആ ഒരു സമയം. പിന്നെ അതുപോലെ തന്നെ ചില ഭക്ഷണങ്ങൾക്ക് അല്ലാഹു തആല ബർക്കത്ത് കൊടുത്തിട്ടുണ്ട് അല്ലെ. അതാണ് അത്താഴം. അത്താഴത്തില് ബർക്കത്ത് ഉണ്ട് എന്ന് പറയുന്നുണ്ട് അല്ലെ. അതുപോലെ സംസം വെള്ളം. നമ്മൾ നോമ്പെടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും അത്താഴം കഴിക്കണം. അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു കൽപ്പനയാണ് അല്ലെ. തസഹറു ഫഇന്ന ഫിസ്സുഹൂരി ബറക. നിങ്ങൾ അത്താഴം കഴിക്കുക, തീർച്ചയായും അത്താഴം കഴിക്കുന്നതിൽ എന്തുണ്ട്? ബർക്കത്തുണ്ട്. അതുപോലെ സംസം അല്ലെ, അത് ഇന്നഹ മുബാറക്കത്തുൻ ഇന്നഹ തുആമുൻ തുഅമി. പിന്നെ സംസം എന്നുള്ളത് അനുഗ്രഹീതമാണ്, അത് ഭക്ഷണത്തിന്റെ ഭക്ഷണവുമാണ്. സുബ്ഹാനല്ലാഹ് അല്ലെ, ശരിക്കും വെള്ളമാണത്. പക്ഷെ നമുക്കത് ഒരു ഭക്ഷണം കഴിച്ച ആ ഒരു പ്രതീതി തന്നെ അതിലൂടെ നമുക്ക് ലഭിക്കും. അത്രയും അനുഗ്രഹീതമായതാണെന്ത് സംസം എന്നുള്ളത്. അപ്പം അത്താഴം കഴിക്കാതെ നോമ്പെടുക്കാൻ പാടില്ല എന്ന് വെച്ചാല് രാത്രി തന്നെ നിയത്ത് വെച്ച് നോമ്പെടുക്കാം. പക്ഷെ അതിന്റെ ഏറ്റവും ആ ഒരു ബർക്കത്ത് അല്ലെ, ഒരു ഈത്തപ്പഴെങ്കിലും കഴിച്ചാൽ മതി. ആ ഒരു ബർക്കത്തിന് വേണ്ടിയിട്ട് ഒരു ഈത്തപ്പഴത്തിന്റെ ഒരു ചീളെങ്കിലും കഴിച്ചാൽ മതി. അറ്റ്ലീസ്റ്റ് ഒന്നുമില്ല, ഒരു നട്ട്സ് ആയിട്ടുള്ള ഒരു ബദാമോ ഒരു പിസ്തയോ വണ്ടിയോ അങ്ങനെ എന്തെങ്കിലും. അള്ളാഹു സുബ്ഹാനഹു വ തആല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞതല്ല ആ ഒരു സമയം ബർക്കത്തുണ്ട് അത്താഴത്തിന്. അതുകൊണ്ട് അത് നമ്മൾ എന്താക്കാം, അത് കഴിക്കാം. ഓക്കെ. പിന്നെ ഈത്തപ്പഴം എന്നുള്ളതും പിന്നെ ബർക്കത്താണ് അല്ലെ. അത് ഈത്തപ്പഴന്റെ പറയുമ്പോ എന്താ പറയാന്നറിയോ, അതിലെ മൊത്തത്തില് ബർക്കത്തുണ്ട് ഈത്തപ്പഴത്തില്. അതിന് നമുക്ക് ഒരു ചീളെടുത്താൽ അതിലും ബർക്കത്ത് കിട്ടുന്ന. സുബ്ഹാനല്ലാഹ്. അപ്പം പിന്നെ ബർക്കത്തുള്ള ഭക്ഷണം സമയം ഒക്കെ നമ്മൾ മനസ്സിലാക്കിയില്ലേ. പിന്നെ അല്ലാഹു സുബ്ഹാനഹു തആലയുടെ ഈ ഒരു കലാം അല്ലെ, പരിശുദ്ധ ഖുർആൻ, അതെന്താണ്? അത് ഏറ്റവും ബർക്കത്തുള്ള ഗ്രന്ഥമാണ് അല്ലെ. സുബ്ഹാനല്ലാഹ്. കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറകുൻ ലിയദ്ദബ്ബറു ആയാതിഹി വലിയതദക്കറ ഉലുൽ അൽബാബ്. അനുഗ്രഹീത ഗ്രന്ഥമാണ് അല്ലെ ഈ ഒരു പരിശുദ്ധ ഖുർആൻ എന്നുള്ളത്. അപ്പം പിന്നെ അതിൽ തന്നെ നമുക്കറിയാം സൂറത്തുൽ ബഖറ അല്ലെ. സുബ്ഹാനല്ലാഹ്. അത് എടുക്കുന്നത് എന്താണ്? ബറക്കയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. സൂറത്തുൽ ബഖറ അത് എടുക്കുന്നവൻ അതിന് ബറക്കയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ബർക്കത്ത് കിട്ടുന്ന ഒരു സംഗതിയാണെന്ത്? സൂറത്തുൽ ബഖറ. എല്ലാരും മുറുകെ പിടിച്ചോട്ടാ. ആരും അതിനെ വിട്ട് കളയേ വേണ്ട. എല്ലാ ദിവസവും പാരായണം ചെയ്ത് എല്ലാ ദിവസവും അല്ലെ. മുമ്പേ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു 2 പേജെങ്കിലും, ഏറ്റവും കുറഞ്ഞത് ഒരു 2 പേജെങ്കിലും ഡെയിലി സൂറത്തുൽ ബഖറ പാരായണം ചെയ്യുന്നവരായി നിങ്ങൾ മാറ്റണം. അപ്പം പിന്നെ അതുപോലെ ബറക്കത്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എപ്പോഴും പ്രാർത്ഥിക്കാം കേട്ടോ. എപ്പോഴും നമ്മൾ ബർക്കത്തിന് ചോദിക്കുക. കാരണം അള്ളാഹു നൽകിയതില് നമുക്ക് ബർക്കത്ത് ഉണ്ടെങ്കിലാണ് നമുക്കത് എപ്പോഴും അത് നിലനിൽക്കാനും അതിനെ നല്ല രീതിയിൽ നമുക്കത് ഉപയോഗപ്പെടാനും ഒക്കെ സാധിക്കാം. കുറച്ചാണെങ്കിലും അതിൽ ബർക്കത്ത് വേണം. ബർക്കത്തിന് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കാം. അല്ലാഹുമ്മ ബാരിക് ലി ഫീമ അഅതൈത്, അല്ലാഹുമ്മ ബാരിക് ലി ഫീമ അഅതൈത്, അല്ലാഹുമ്മ ഹദിനി ഫീമൻ ഹദൈത്. ആ ഒരു ദുആ ഇല്ലേ, അതിൽ വരുന്നതാണ് ഈ പ്രാർത്ഥന. അല്ലാഹുവേ, നീ നൽകിയതിൽ നീ എനിക്ക് ബറക്കത്ത് നൽകണമേ. അപ്പം അത് അല്ലാഹു സുബ്ഹാനഹു തആലക്ക് തന്നെ കിട്ടണം. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നമുക്ക് വളരെ അത്യാവശ്യമായ ഒരു സംഭവമാണെന്ത്? ബറക്കത്ത്. വലിയ വരുമാന മാർഗമുണ്ട്, എന്നിട്ട് അതൊന്നിനും തികയുന്നില്ലെങ്കിലോ എന്താണ് അതിന്റെ കാര്യം? അതിൽ ബറക്കത്ത് ഇല്ല. ഇനി ദാമ്പത്യ ജീവിതം
അവിടെ സുഖകരമല്ല. അതിൽ എന്താണ് കാരണം? അതിൽ ബർക്കത്ത് ലഭിക്കാത്തതാണ് കാരണം. നമുക്ക് ഒന്നിനും സമയമില്ല എന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ നമ്മളെ സമയത്തിൽ ബർക്കത്തില്ല. അപ്പോ ഇതൊക്കെ നമുക്ക് ലഭിക്കണം അല്ലെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് നമുക്കറിയാം അല്ലെ? 11 ഭാര്യമാരുണ്ടായിരുന്നു. അതില് 10ഓളം ഭാര്യമാര് പിന്നെ ഒരുമിച്ച് തന്നെ ഏകദേശം അടുത്തടുത്തുണ്ടായിരുന്നു അല്ലെ? സുബ്ഹാനല്ലാഹ്. അന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകനാണ്. ഒരു രാഷ്ട്രത്തിന്റെ നേതാവാണ്. എന്തെങ്കിലും ഒരു യുദ്ധം മറ്റും ഉണ്ടാകുമ്പോൾ സൈന്യാധിപനാണ്. അവിടത്തെ ഖാളിയാണ്, ഇമാമാണ്, ഖതീബാണ്. എല്ലാറ്റിലും ഉപരി അല്ലെ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നെ വീട്ടില് ഭാര്യമാരെ സഹായിക്കാറുണ്ടായിരുന്നു. സുബ്ഹാനല്ലാഹ്. ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഭിച്ചതും 24 മണിക്കൂർ തന്നെയാണ് അല്ലെ? ഉറങ്ങിയിട്ടുണ്ടായിരുന്നു, നിസ്കരിച്ചിട്ടുണ്ടായിരുന്നു, എല്ലാ കാര്യങ്ങളും കൃത്യമായി നിർവഹിച്ചിട്ടുണ്ടായിരുന്നു. ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ പറഞ്ഞ എല്ലാവരുടെയും കാര്യങ്ങളിൽ ഇടപെടുന്ന, എല്ലാ ഉത്തരവാദിത്തങ്ങളും ഉള്ള, സുബ്ഹാനല്ലാഹ് അല്ലെ? എന്നിട്ട് ഇബാദത്തുകളെ കാര്യത്തിൽ ഒരു കുറവും ഇല്ലാതെ ധാരാളമായിട്ട് ഇബാദത്ത് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞില്ലേ? എന്താ നമ്മളെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയാ. നമുക്ക് അല്ലാഹു തആല നൽകിയ അനുഗ്രഹങ്ങളാണ് പലപ്പോഴും നമ്മള് സമയമില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ പല കാര്യങ്ങളിൽ നിന്നും വിട്ടു നിൽക്കുന്നത് അല്ലെ? ഒരു കല്യാണം കഴിഞ്ഞ് അപ്പൊ നമുക്കൊരു ഭർത്താവിനെ കിട്ടി, പിന്നെ കുഞ്ഞുങ്ങളുണ്ടായി, കുടുംബമായി, വീടായി, അപ്പൊ നമ്മുടെ തിരക്കായി. അപ്പൊ പിന്നെ നമുക്ക് സുന്നത്ത് നിസ്കരിക്കാൻ സമയമില്ല, ഖുർആൻ ഓതാൻ സമയമില്ല, ഖുർആൻ ക്ലാസ് കേൾക്കാൻ സമയമില്ല, ഖുർആൻ പഠിക്കാൻ സമയമില്ല അല്ലെ? അങ്ങനെ ആകാൻ പാടുണ്ടോ? ഒരിക്കലും ഇല്ല. എല്ലാം വേണം. എല്ലാം നമുക്ക് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ കഴിയണം. അതിന് തീർച്ചയായും നമുക്ക് ആവശ്യം ബർക്കത്ത് തന്നെയാണ്. നമ്മുടെ എല്ലാ മേഖലകളിലും നമുക്ക് എന്ത് വേണം? ബർക്കത്ത് വേണം അല്ലെ? നമുക്ക് ഇബാദത്തുകൾ നല്ല വൃത്തിയിൽ ചെയ്യാൻ സാധിച്ചാല് എല്ലാത്തിലും നമുക്ക് എന്ത് വേണം? ബർക്കത്ത് വേണം അല്ലെ? സമയത്തിൽ പ്രത്യേകിച്ച്. അപ്പൊ നമ്മൾ അള്ളാഹിനോട് ചോദിക്കണം, നല്ലോണം ചോദിച്ച് ദുആ ചെയ്യണം. ഇനി ഒരു മനുഷ്യന് ജീവിതത്തിൽ ബർക്കത്ത് ലഭിച്ചാലോ അവൻ ഏറ്റവും വലിയ സൗഭാഗ്യവാനാന്ന് പറയുന്നത്. സുബ്ഹാനല്ലാഹ്. ഒരാളെ ആയുസ്സിൽ ബർക്കത്ത് ലഭിച്ചാലുണ്ടല്ലോ, കുറഞ്ഞ കാലയളവിൽ തന്നെ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള തൗഫീഖ് ഉണ്ടാവുന്ന പറയുന്നത്. സുബ്ഹാനല്ലാഹ്. ആയുസ്സിൽ ബർക്കത്ത് ഉണ്ടാകാന്ന് പറഞ്ഞാല് കുറേ 100 വയസ്സ് വരെ 95 വയസ്സ് വരെ ജീവിക്കാന്നുള്ളതല്ല കേട്ടോ. കുറഞ്ഞ കാലം. നമ്മൾ സഹാബാക്കളുടെയൊക്കെ ചരിത്രങ്ങൾ കേട്ടിട്ടില്ലേ അല്ലെ? വെറും 3 വർഷം 5 വർഷം. ഒരു സഹാബി ഇസ്ലാം സ്വീകരിച്ച് കുറച്ചു കഴിഞ്ഞപ്പോ തന്നെ മരണപ്പെട്ട ആ ഒരു ചരിത്രം അല്ലെ? അദ്ദേഹം നമസ്കാരം പോലും നിർവഹിച്ചിട്ടുണ്ടായിരുന്നില്ല. സുബ്ഹാനല്ലാഹ്. പക്ഷെ അതൊക്കെ അവർക്ക് അള്ളാഹ് ബർക്കത്താക്കി കൊടുത്തില്ലേ? മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുവിന്റെയും അങ്ങനെ ഒരുപാട് സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു, അങ്ങനെ ഒരുപാട് ചരിത്രങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ അവരൊക്കെ വളരെ കുറഞ്ഞ കാലം മാത്രമേ ദുനിയാവിൽ ജീവിച്ചിട്ടുള്ളൂ. പക്ഷെ അള്ളാഹുവിലേക്ക് അത്രയും കുറഞ്ഞ വർഷങ്ങൾ കൊണ്ട് അവർക്ക് ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ അള്ളാഹു അവർക്ക് ആയുസ്സിൽ അള്ളാഹു ബർക്കത്ത് കൊടുത്ത്. സുബ്ഹാനല്ലാഹ്. അള്ളാഹു നമുക്കൊക്കെയും അവർ എല്ലാ സമയത്തിലും, നമ്മളെ സമ്പത്തിലും, നമ്മളെ മക്കളിലും, നമ്മളെ കുടുംബജീവിതത്തിലും, നമ്മളെ ആയുസ്സിലും എല്ലാം അള്ളാഹു തആല ബർക്കത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. ആമീൻ. അപ്പം ആയുസ്സിൽ ബർക്കത്ത്, കുറഞ്ഞ കാലം നമുക്ക് ആയുസ് കിട്ടിയാൽ തന്നെ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള തൗഫീഖ് ലഭിക്കുന്ന പറയുന്നത്. സുബ്ഹാനല്ലാഹ്. അതുപോലെ ചില ആൾക്കാർക്ക് അറിവില് ബർക്കത്ത് ലഭിച്ച ആൾക്കാർ, അതെങ്ങനെയാണെന്നറിയോ? ഈ അറിവില് ബർക്കത്ത് ലഭിക്കുന്ന പറഞ്ഞാൽ കുറേ അറിവുണ്ടാകാന്നുള്ളതല്ല. അത് നമ്മൾ മനസ്സിലാക്കണം കേട്ടാ. അറിവില് കുറച്ചേ അറിവുണ്ടാവും, പക്ഷെ അവരതിനോട് കുറേ അമൽ ചെയ്യുന്നുണ്ടാവും. സുബ്ഹാനല്ലാഹ്. അതാ കിട്ടുന്ന അവരുടെ അറിവ് അത്രയും അമലാകുകയും ചെയ്യും. അതിൽ നിന്ന് ഇങ്ങനെ മറ്റുള്ളവർക്ക് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുന്നുണ്ടാവും. അതാണ് ബർക്കത്ത് എന്ന് പറയുന്നത്. സുബ്ഹാനല്ലാഹ്. പിന്നെ സന്താനങ്ങളിൽ ബർക്കത്ത് അല്ലെ? സന്താനങ്ങളിൽ ബർക്കത്ത് ലഭിക്കാന്ന് പറഞ്ഞാൽ എന്താ അറിയോ? കുറേ മക്കൾ ഉണ്ടാകാന്നുള്ളതല്ല. മക്കളെ ലഭിക്കുകയും ആ മക്കളൊക്കെ സ്വാലിഹീങ്ങളാവുകയും ചെയ്യാന്നുള്ളതാണ്. അള്ളാഹു നമുക്കല്ലേ, നമ്മളെ മക്കളിലും നമ്മളെ കുടുംബത്തിലും എല്ലാം അള്ളാഹു ബർക്കത്ത് പ്രദാനം ചെയ്യട്ടെ. ആമീൻ. അതുപോലെ തന്നെ സമ്പത്തില് ബർക്കത്ത് ഉണ്ടാകാന്ന് പറഞ്ഞാല് അതെങ്ങനെയാ?
എത്ര വരുമാനം, ചെറിയ വരുമാന മാർഗമാണെങ്കിലും എല്ലാ കാര്യം നടന്നു പോകും. സുബ്ഹാനല്ലാഹ്. അതൊരു വലിയ അത്ഭുതം തന്നെയാണ് കേട്ടോ. ഈ ഒരു നമ്മളെ സാമ്പത്തികമായിട്ട് നമുക്ക് ബർക്കത്ത് ഉണ്ടാകുക എന്ന് പറയുന്നത് ശരിക്കും ഭയങ്കര അത്ഭുതമായ ഒരു കാര്യം തന്നെയാണ്. എന്ന് വെച്ചാല് അത് പലരിലും അത് കാണുന്നുണ്ട്. പക്ഷെ ചില ആൾക്കാരുണ്ടല്ലോ, എത്ര കിട്ടിയാലും ഒരു തേച്ചപ്പാടില്ലാത്തൊരവസ്ഥ. സത്യത്തില് നമ്മളിൽ വരുന്ന ഒരുപാട് ഫോൾട്ടുകളാണ് അത് സംഭവിക്കുന്നത്. നമ്മൾ ശ്രദ്ധിക്കണം. ഇന്ന് രാവിലെ നമ്മൾ ആയിഷാന്റെ ക്ലാസ് കേട്ടില്ലേ? എല്ലാരും കേട്ടിട്ടുണ്ടാവില്ല ചിലപ്പോ. അത് ഒരു 150 ആൾ അന്ന് ലൈവായിട്ട് ഇന്ന് ഉണ്ടായിന്. അൽഹംദുലില്ലാഹ് 150 മേലെ ഉണ്ടായിന്. അവരൊക്കെ എന്തായാലും കേട്ടിട്ടുണ്ടാവും. ബാക്കി ഒരുപാട് ആൾക്കാർ കേൾക്കാൻ കിടക്കുന്നുണ്ട്. എന്തായാലും കേൾക്കണം. ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്, രാവിലെ തന്നെ യൂട്യൂബ് ലിങ്ക് ഇട്ടിട്ടുണ്ട്. ഇന്നത്തെ സൂറത്തുൽ ബഖറയുടെ 60-ാമത്തെ ആയത്തിന്റെ തഫ്സീർ ക്ലാസ്, അതിന്റെ ലാസ്റ്റ് ഭാഗമെങ്കിലും സമയമില്ലാത്തവർ അതിന്റെ ലെസൺസ് എങ്കിലും എന്തായാലും കേൾക്കണം. കുലു വഷ്റബു എന്താണ് വലാ തഅസൗ ഫിൽ അർദി മുഫ്സിദീൻ അല്ലെ? നമ്മള് ഏറ്റവും നല്ലത് ഭക്ഷിക്കാനും അതിൽ നമ്മൾ അതിര് കവിയരുത് എന്നുള്ളതാ പറഞ്ഞത്. ഭക്ഷണത്തിന്റെ വിഷയത്തിൽ വളരെ നല്ല രീതിയിൽ അത് വിശദീകരിച്ചിട്ടുണ്ട്. ശരിക്കും അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് അല്ലാഹു തആല ഒരുപാട് ബർക്കത്ത് തരും. നമ്മള് വേസ്റ്റ് ആക്കി ശ്രദ്ധയില്ലാണ്ട് അതിനെ കൈകാര്യം ചെയ്യുമ്പോഴാണ് നമ്മൾ അതിലുള്ള ബർക്കത്ത് നഷ്ടപ്പെടുന്നത്. അല്ലെ? മുമ്പൊക്കെ ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്, എന്റെ ഉമ്മയില് അരി കഴുകുമ്പോ ഇല്ലേ, അരി കഴുകുന്ന സമയത്ത് അതിങ്ങനെ ഊറ്റുമ്പോ താഴെ ഒരു പാത്രം വെച്ചിട്ടാണ് പിന്നെ അതിലേക്കാണ് ഇത് കഴുകുക, ഈ വെള്ളം ഇങ്ങനെ പൂപ്പിക്കാം. എന്നിട്ടില്ലേ ആ കഴുകി കഴിഞ്ഞാൽ ആ വെള്ളം ഇല്ല, അതിങ്ങനെ മെല്ലെ ഒഴിച്ച് കളയുമ്പോ അതിന്റെ അടിയിൽ കുറച്ച് അരി ഉണ്ടാവും, അരിമണികളുണ്ട്, അതുണ്ടാവും പെറുക്കി എടുക്കുന്നത്. അതുപോലെ സിങ്കിലോ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഓരോന്നിങ്ങനെ. അപ്പൊ ഞാൻ ചോദിക്കുന്നത് എന്തിനാ ഈ ഓരോ അരിമണി ഇങ്ങനെ പെറുക്കി എടുക്കുന്നത്? അതുപോലെ ഈ ചോറ് കഞ്ഞിക്കല ഊറ്റുമ്പോ അതിലുണ്ടാവുമല്ലോ, അതെല്ലാം എടുത്തിട്ട് കഴുകിയിട്ട് ചോറ് മറ്റേ ദോശക്ക് കൂട്ടാണ്ട് വെക്കുന്ന അതിലേക്ക് എടുത്തു വെക്കുന്നുണ്ടാവും. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഞാനത് വലിയ കാര്യമാക്കി. അങ്ങനെ ഓരോ കാര്യങ്ങളും ഇപ്പൊ നമ്മൾ ഈ ഓയിലിന്റെ പാക്കറ്റ് ഉണ്ടാവൂലേ, അത് മുറിച്ചിട്ട് നമ്മളിങ്ങനെ ഓയില് കുപ്പിയിലേക്ക് ഒഴിച്ചിട്ട് ബാക്കി അവിടെ വെക്കൂലേ. പക്ഷെ അവരെല്ലാം എന്ന് വെച്ചാൽ ഇങ്ങനെ വടിച്ച് അതിൻ്റെ അകത്ത് എടുത്ത് എന്നിട്ട് പിന്നെ മുറിച്ച് എന്നിട്ട് അത് പത്തിലിടുമ്പോ അതിൻ്റെ അകത്ത് നിന്നുള്ളതും കൂടി ആക്കി അങ്ങനെ അതെല്ലാം അതൊന്നും നഷ്ടപ്പെടുത്താൻ പാടില്ല എന്നുള്ള ഒരു ചിന്തയോട് കൂടിയാണ് ആ ഒരു അരിമണിക്ക് പോലും അവര് അതിന് ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ബർക്കത്ത് ശരിക്കും കണ്ടറിഞ്ഞ ഒരാളാണ് ഞാൻ. സുബ്ഹാനല്ലാഹ്. കാരണം വരുമാനം അത്രയും വളരെ കുറവായിരുന്നു. പക്ഷെ എന്താ പറയാ, ഭയങ്കര എല്ലാ കാര്യങ്ങളും നടന്നു പോകുന്ന ഒരു ഒരു അത്ഭുതം പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. സുബ്ഹാനല്ലാഹ്. ഇപ്പൊ ചിന്തിക്കുമ്പോൾ ഭയങ്കര ആശ്ചര്യം തോന്നുന്ന ഒരു കാര്യമാണത്. അങ്ങനെ ശ്രദ്ധിക്കുന്ന ആ ഒരു ശ്രദ്ധ നമ്മളെ ലൈഫിൽ വെള്ളത്തിന്റെ കാര്യത്തിൽ, ഒന്നുവിന്റെ കാര്യത്തിൽ, കുളിന്റെ വിഷയത്തിൽ, പാത്രം കഴുകുന്ന വിഷയത്തിൽ എല്ലാം നമ്മൾ ഭയങ്കരമായ അമിതവ്യയാണ്. വെള്ളം നമ്മൾ എത്രയാ കളയുന്നേ, എത്രയാ നമ്മൾ വേസ്റ്റ് ആക്കുന്നത്, ഒന്നും ചിന്തിക്കുന്നേ ഇല്ല. ഇതെല്ലാം ബർക്കത്ത് നഷ്ടപ്പെടുന്ന കാര്യങ്ങൾ അല്ലെ. നമുക്ക് കുറെ ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് വലിയ ഒഴുകുന്ന നദിയിൽ നിന്നാണെങ്കിൽ പോലും നീ വളരെ കുറഞ്ഞ വെള്ളത്തിൽ ഒതു ചെയ്യാനാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പഠിപ്പിച്ച്. ഒഴുകുന്ന നദിയിൽ ഇഷ്ടം പോലെ വെള്ളം ഇല്ലേ, നമുക്ക് കോരി ഒഴിച്ചുകൂടെ വെള്ളം? പക്ഷെ അവിടെ പോലും വളരെ ശ്രദ്ധിച്ചിട്ടില്ല. ഇന്ന് നമ്മൾ സ്പീഡിൽ പൈപ്പ് തുറന്നിട്ട് എത്രയേ വെള്ളം കളയുന്നു. നമ്മളോട് ഇതെല്ലാം ചോദിക്കൂലേ, നാളെ ചോദ്യം ചെയ്യപ്പെടൂലേ, നമ്മൾ എന്ത് മറുപടി പറയൂലേ? നമുക്ക് സൂക്ഷിക്കാൻ കഴിയണം. ഒന്നിലും നമ്മൾ അതിര് കവിയാൻ പാടില്ല. ഭക്ഷണത്തിന്റെ കാര്യത്തിലും, വെള്ളത്തിന്റെ കാര്യത്തിലും, വസ്ത്രത്തിന്റെ കാര്യത്തിലും, എല്ലാ കാര്യത്തിലും ആവശ്യമല്ലേ 3 പിന്നെ കാറ്റഗറി ആക്കാനാ പറയുന്നത്. ആവശ്യം, അത്യാവശ്യം, അനാവശ്യം. അതിലെ അത്യാവശ്യം മാത്രം നമ്മൾ എടുത്താൽ മതി. അത്രയും അത്യാവശ്യത്തിന് വേണ്ടിയിട്ടുള്ളത് മാത്രം ഉപയോഗിച്ചിട്ട് നമുക്ക് മിന്നാന്ന് അർഷദാന്റെ ക്ലാസ് കേട്ടിട്ടുണ്ടായിട്ടില്ലേ? വുളുവിന്റെ ഒരു കപ്പിൽ വുളു എടുക്കുന്ന ക്ലാസ്, കിട്ടുന്ന ക്ലാസ് എല്ലാം പരമാവധി കേൾക്കാൻ ശ്രമിക്കണേ. കഴിയാത്തവര് പോട്ടെ, സാരയില്ല. അസൗകര്യമുള്ളവർക്ക് പിന്നെന്താ ചെയ്യാ, കഴിയുന്നത്ര ക്ലാസ്സുകൾ നമുക്ക് ശരിക്കും നമ്മളെ ലൈഫിൽ അത് ഭയങ്കര സ്വാധീനം ചെലുത്തും. നമ്മളെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സഹായിക്കുന്ന രീതിയിലുള്ള ഒരുപാട് നല്ല ക്ലാസ്സുകളാണ് നമുക്ക് ദിവസേന കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അൽഹംദുലില്ലാ. അള്ളാഹുവിന് എത്ര നമ്മൾ ശുക്ർ പറഞ്ഞാലും മതിയാകൂല, നമ്മൾ ശുക്ർ ചെയ്താലും മതിയാകൂല. അത്രമാത്രം അനുഗ്രഹങ്ങൾ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പം എത്ര കുറഞ്ഞ വരുമാനമാണെങ്കിലും അതിലെല്ലാ കാര്യങ്ങളും നടക്കാന്ന് പറയുന്നത് നമ്മളെ സമ്പത്തിലുള്ള ബർക്കത്താന്ന് പറയുന്നത്. ഒരിക്കല് അനസ് റളിയല്ലാഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ, ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസാണ്. അവര് പറയുന്നത്, ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവര് പറഞ്ഞു, റസൂലേ
അനസ് താങ്കളുടെ സേവകനാണല്ലോ, അദ്ദേഹത്തിന് വേണ്ടി താങ്കൾ പ്രാർത്ഥിച്ചാലും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുന്നു, അല്ലാഹുവേ നീ അദ്ദേഹത്തിന് ധനവും സന്താനവും വർദ്ധിപ്പിച്ചു കൊടുക്കണമേ, നീ അദ്ദേഹത്തിന് നൽകുന്നതിൽ അനുഗ്രഹം ചൊരിയുകയും ചെയ്യണമേ. എന്നിട്ട് അദ്ദേഹത്തിന് ഒരുപാട് ധാരാളം മക്കളും സമ്പത്തുകളും പിന്നെ സന്താനങ്ങളൊക്കെ ഉള്ള നല്ലൊരു പിന്നെ ആളായിട്ട് അനസ് റളിയല്ലാഹു അൻഹു മാറിയതായിട്ട് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. സുബ്ഹാനല്ലാഹ്. അപ്പം നമ്മളെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നമുക്ക് ബർക്കത്ത് ലഭിക്കാനുള്ള ഒരുപാട് മാർഗങ്ങൾ നമ്മളെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അല്ലെ. അപ്പം എന്തൊക്കെയാണ് നമ്മളെ നിത്യജീവിതത്തില് ഓരോ രംഗത്തും ബർക്കത്ത് ലഭിക്കാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം അല്ലെ. ഒന്നാമതായിട്ട് പറയുന്നത് എന്താണെന്നറിയോ? ഈമാനും തഖ്വയും. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വലൗ അന്ന അഹ്ലൽ ഖുറാ ആമനു വത്തഖൗ ലഫതഹ്നാ അലൈഹിം ബറകാതിൻ മിനസ് സമാഇ വൽ അർദ് വലാകിൻ കദ്ദബൂ ഫഅഖദ്നാഹും ബിമാ കാനൂ യക്സിബൂൻ. എന്താ പറയുന്നത് അറിയോ? ആ രാജ്യക്കാർ വിശ്വസിക്കുകയും സൂക്ഷ്മത പാലിക്കുകയും ചെയ്തിരുന്നെങ്കിൽ നാം അവർക്ക് ആകാശത്ത് നിന്നും ഭൂമിയിൽ നിന്നും ബർക്കത്തുകൾ, അനുഗ്രഹങ്ങൾ തുറന്നു കൊടുക്കുക തന്നെ ചെയ്യുമായിരുന്നു. പക്ഷെ അവര് നിഷേധിച്ച് തള്ളുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ അവർ ചെയ്തതിന്റെ ഫലമായിട്ട് അവര് അല്ലാഹു തആല പിടികൂടി. അപ്പൊ ഈമാൻ ഉണ്ടാക്കുക, തഖ്വ സൂക്ഷ്മത അല്ലെ, അള്ളാഹുവിനെ വിശ്വസിക്കുകയും അവനിൽ സൂക്ഷ്മത പാലിച്ചുകൊണ്ട് നമ്മളെ ജീവിക്കുക. ഒന്നാമതായിട്ട് നമ്മളെ ജീവിതത്തിൽ ഉണ്ടാവേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ഈമാനും തഖ്വയും. ഒരു മുഅ്മിനാവുക, ഒരു മുത്തഖിയാവുക. നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുക. അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും നല്ലൊരു മുഅ്മിനാകാൻ, നല്ലൊരു മുത്തഖിയായി ജീവിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. ഈമാൻ എന്ന് പറയുമ്പോൾ നമ്മൾ വിശ്വാസം എന്ന് പറയും. വിശ്വാസം എന്നൊരു വാക്കിൽ ഒതുക്കാനുള്ള ഒരു പദമല്ല ഈമാൻ എന്ന് പറയുന്നത്. നമ്മൾ ഹൃദയത്തിൽ ഉറച്ച് ഉണ്ടാവേണ്ട ഒരു യഖീനാണ് അല്ലെ ഈമാൻ എന്ന് വെച്ചാൽ. എന്തിനും ഏതിനും എന്റെ റബ്ബ് എന്റെ റബ്ബുണ്ട്, എനിക്ക് എന്റേത് കാണാൻ, എന്റേത് കേൾക്കാൻ, എനിക്ക് പറയാൻ. അള്ളഹാനോട് പറയുന്ന പോലത്തെ ഒരു സമാധാനം വേറെ ആരോട് പറഞ്ഞാലും കിട്ടൂല കേട്ടാ. അള്ളഹാനോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേ നോക്കിയാട്ടെ എന്തൊരു ആശ്വാസമായിരിക്കും എന്നറിയോ നമ്മള്. അല്ലെ, നമ്മൾ ഏറ്റവും അടുത്ത ഒരു കൂട്ടുകാരനായി നമ്മളെ റബ്ബിനെ നമുക്ക് മാറ്റാൻ കഴിയണം. നല്ല മുഅ്മിൻ, നല്ല ഈമാനുള്ള മുഅ്മിൻ, നല്ല തഖ്വയുള്ള മുത്തഖിയാകാൻ. അപ്പൊ അല്ലാഹു തആല ആകാശത്തുനിന്നും ഭൂമിയിൽ നിന്നൊക്കെ ബർക്കത്ത് ചെയ്യുന്ന പറഞ്ഞേ. അതേപോലെ തന്നെ ഈമാന്റെ കൂടെ ഉണ്ടാവേണ്ട മറ്റൊരു കാര്യമാണ് രണ്ടാമത് പറയുന്നത് അമലു സ്വാലിഹാത്ത്, സൽക്കർമ്മങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, മൻ അമില സ്വാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസാ വഹുവ മുഅ്മിനുൻ ഫലനുഹ്യിയന്നഹു ഹയാതൻ ത്വയ്യിബ. ഏതൊരാണോ പെണ്ണോ സത്യവിശ്വാസിയായിക്കൊണ്ട് സൽക്കർമ്മം പ്രവർത്തിക്കുന്ന പക്ഷം തീർച്ചയായും നല്ലൊരു ജീവിതം ആ വ്യക്തിക്ക് അല്ലാഹു തആല നൽകുന്ന പറയുന്നത്. സത്യവിശ്വാസിയായിക്കൊണ്ട് സൽക്കർമ്മം പ്രവർത്തിക്കുന്ന ഏതൊരാണും പെണ്ണും അവർക്ക് ഫലനുഹ്യിയന്നഹു ഹയാതൻ ത്വയ്യിബ വലനജ്സിയന്നഹും അജ്റഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ. മാത്രമല്ല അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിന് ഏറ്റവും ഉത്തമമായതിന് അതിനനുസരിച്ച പ്രതിഫലം അല്ലാഹു തആല അവർക്ക് നൽകുകയും ചെയ്യും. സുബ്ഹാനല്ലാഹ്. ഇവിടെ ഈ ഒരു ഹയാത്തൻ ത്വയ്യിബ പറഞ്ഞില്ലേ, അവർക്ക് ഹയാത്തൻ ത്വയ്യിബ കൊടുക്കുന്നു പറഞ്ഞല്ലോ. ഈ ഒരു വിഷയത്തിൽ ഇമാം ഖുർത്തുബി റഹ്മത്തുള്ള അതിന്റെ വിശദീകരണത്തിൽ പറയുന്നത് എന്താ അറിയോ? ഈ ഹയാത്തൻ ത്വയ്യിബ എന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ചാല്, ഒന്ന് ഹലാലായ ഉപജീവന മാർഗം, ഹലാലായ രൂപത്തിൽ നമുക്ക് ഉള്ള റിസ്ക്, റിസ്ഖുൽ ഹലാൽ, ഹലാലായ റിസ്ക് നമുക്ക് കിട്ടാന്നുള്ളത്. പിന്നെ അൽ ഖനാഅത്ത്, ഖനാഅത്ത് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? അത് അത്യാവശ്യം നമുക്ക് വേണ്ട ഒരു സംഭവമാണ്. മുമ്പ് നമ്മൾ പറഞ്ഞ വേർഡാണ്, ചിലപ്പം ചിലർക്കൊക്കെ അറിയായിരിക്കും. ഖനാഅത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? സംതൃപ്തി, മനസ്സംതൃപ്തി, കിട്ടിയതിൽ മനസ്സംതൃപ്തി ഉണ്ടാകാന്നുള്ളത്. കിട്ടിയതില് സംതൃപ്തി, മനസ്സംതൃപ്തി ഉണ്ടാകാന്നുള്ളത്. പിന്നെ എന്താ പറയുന്നത് അറിയോ? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൃപ്തിയിലേക്ക് എത്തിക്കുന്ന ആരാധനകൾ ചെയ്യാനുള്ള സൗഭാഗ്യം ലഭിക്കുക എന്നുള്ളത്. അള്ളാഹ്ക്ക്
ഇബാദത്ത് ചെയ്യാൻ അള്ളാഹ് തൃപ്തിപ്പെടുന്ന ആ രീതിയിലുള്ള ഇബാദത്തുകൾ ചെയ്യാനുള്ള ഒരു സൗഭാഗ്യം ലഭിക്കുക എന്നുള്ളത്. പിന്നെന്താ പറയുന്നത്? പിന്നെ പറയുന്നത് സ്വർഗം, ഏറ്റവും ലാസ്റ്റ് അൽ ജന്ന, അതായത് സൗഭാഗ്യം. സുബ്ഹാനല്ലാഹ്, അതാണ് ഹയാത്തുൻ ത്വയ്യിബ. ഹയാത്തുൻ ത്വയ്യിബ എന്ന് പറയുമ്പോ നമ്മൾ വിചാരിക്കേണ്ട സുഖലോലുപതയുടെ മണിമാളികകളില്, പിന്നെ ആഡംബര കാറുകളില് ഉല്ലസിച്ച് യാത്ര ചെയ്യാനും ഇഷ്ടംപോലെ സ്വത്തും സമ്പത്തും ഉണ്ടായിട്ട് ഇങ്ങനെ വിഹരിക്കാനുമുള്ള ആ ഒരു പിന്നെ അവസരമാണെന്ന് വിചാരിക്കേണ്ട ആരും, അല്ലെ? ഹയാത്തുൻ ത്വയ്യിബ എന്ന് പറഞ്ഞാൽ എന്താ? ഒന്ന് നമുക്ക് ഹലാലായ മാർഗത്തിലുള്ള സമ്പാദ്യം, അല്ലെ? ഉപജീവന റിസ്ക്, അത് കിട്ടിയാൽ തന്നെ നമ്മൾ രക്ഷപ്പെട്ടു. അത് എത്ര കുറച്ചാണെങ്കിലും അത് ഹലാലാകണം, അല്ലാഹു അനുവദിച്ച മാർഗത്തിൽ നിന്ന് കിട്ടുന്ന. പിന്നെ സംതൃപ്തിയാണ്. നമുക്ക് എപ്പോഴും അല്ലാഹനെ തൃപ്തിപ്പെടാൻ കഴിഞ്ഞാല് നമ്മൾ രക്ഷപ്പെട്ട് ശരിക്കും, അല്ലെ? മുമ്പ് നസീർ ഒരു ക്ലാസ് അത് ആ ഒരു വാക്ക് എപ്പോഴും ഓർമ്മിക്കാം, റിളാ ബിൽ ഖള, അള്ളാഹുവിന്റെ വിധിയിൽ നമ്മൾ തൃപ്തിപ്പെടാ എന്നുള്ളത്. നമുക്ക് തൃപ്തിപ്പെടാൻ കഴിയണം, മാനസികമായി നമുക്ക് അതിൽ സംതൃപ്തി ഉണ്ടാകണം. അൽഹംദുലില്ലാന്ന് മനസ്സറിഞ്ഞ് നമുക്ക് പിന്നെ പറയാൻ കഴിയണം. നമ്മൾ ഒരിക്കലും അല്ലോ ഞാൻ ഇങ്ങനെ ആയിപ്പോയല്ലോ, അവരൊക്കെ എന്താ നല്ല അവസ്ഥയിലല്ലേ, അവരെല്ലാം നല്ല രീതിയിൽ പോകുന്നുണ്ടല്ലോ, അവരെ വീട് നോക്കിയാട്ടെ, അവർക്ക് എന്താ സുഖം, അവരെ കാറ് നോക്കിയാട്ടെ, അല്ലെ അവരെ ഡ്രസ്സിങ് എല്ലാം നോക്കിയാട്ടെ, അവരെ ചെരുപ്പ് നോക്കിയാ, അവരെ മൊബൈൽ ഫോൺ നോക്കിയാ, ഇങ്ങനെ നോക്കിയിട്ട് നമ്മൾ വിഷമിക്കാൻ പാടില്ല. നമുക്ക് കിട്ടിയത് അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, അല്ലെ? എന്തൊരു സുഖത്തിലാ നമ്മൾ കഴിയുന്നത്. നമ്മളൊരു വെയിലേൽക്കാതെ മഴയേൽക്കാതെ നമുക്ക് കഴിഞ്ഞുകൂടാൻ അള്ളാഹു തന്നില്ലേ? അതുപോലും ഇല്ലാതെ പിന്നെ റോഡിലും പിന്നെ എന്താ പറയാ, ഓരോ സ്ഥലത്തൊക്കെ കണ്ടിട്ടില്ലേ നമ്മള് ഗസയിലെ ചിത്രങ്ങളൊക്കെ? സുബ്ഹാനല്ലാഹ്, കണ്ണ് ആ കുട്ടികളൊക്കെ മഴയത്ത് വെള്ളത്തിൽ കടന്നുറങ്ങുന്ന ഒരു ചിത്രം കണ്ടിട്ട് സത്യം പോലെ വല്ലാണ്ട് വിഷമായി പോയി. എത്രമാത്രം ആണ് പ്രയാസപ്പെടുന്നുണ്ടാവും. എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കണം, അവരെ പ്രാർത്ഥനയിൽ നമ്മൾ മറന്നു പോകരുത് ട്ടാ. അല്ലാഹുവേ, അവർക്ക് നീ സമാധാനം കൊടുക്കണേ റബ്ബേ, അവരുടെ ഈമാൻ നീ വർദ്ധിപ്പിച്ചു കൊടുക്കണേ അല്ലാ. അവരുടെ പരീക്ഷണങ്ങൾക്ക് നീ ഒരു സമാധാനം, ആശ്വാസം നൽകി നീ അനുഗ്രഹിക്കുക റഹ്മാനെ. അവരെല്ലാം ചിന്തിക്കുമ്പോൾ നമ്മൾ എത്രയോ സുഖത്തിലാണ് കഴിയുന്നത്. പക്ഷെ എന്നാലും നമുക്ക് പരാതിയാലേ, ചെറിയൊരു കാലുവേദന വന്നാല്, ഒരു തലവേദന വന്നാല്, അല്ലെങ്കിൽ ആരുടെന്നെങ്കിലും എന്തെങ്കിലും നമ്മൾ കേൾക്കേണ്ടി വന്നാല് എല്ലാം നമുക്ക് ഭയങ്കര വിഷമായിരിക്കും. എന്തിനാ നമ്മൾ ഇതിന്റെ എല്ലാം പേരിൽ വിഷമിക്കുന്നില്ലേ? അവരൊക്കെ അത്ര പ്രയാസപ്പെടുന്നുണ്ട്. ആ പ്രയാസത്തിന്റെ ഒരു അംശം നമുക്കില്ല. മുൻകഴിഞ്ഞ പ്രവാചകന്മാരുടെ അനുയായികൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എത്ര പ്രയാസം അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. നമുക്ക് അതിന്റെ 7 അയലത്ത് പോലും ഇല്ല. എന്നിട്ടും പരാതി അല്ലെ, വിഷമങ്ങൾ. അൽഹംദുലില്ലാ, നമ്മളിപ്പോ കുറേ മാറി. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, നമ്മളിങ്ങനെ നിരന്തരം ക്ലാസ്സും കാര്യങ്ങളും കേട്ട് അൽഹംദുലില്ലാ നമ്മൾ ഒരുപാട് മാറി. അള്ളാഹു കൂടുതൽ നല്ല നല്ല രീതിയിലുള്ള മാറ്റങ്ങൾക്ക് വിധേയമാക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. ആമീൻ. നമുക്ക് കിട്ടി, നമുക്ക് തന്നതിൽ അൽഹംദുലില്ലാ. അത് എന്താണെങ്കിൽ അല്ലെ, നമ്മള് അള്ളാന്റെ തീരുമാനമല്ലേ എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. അപ്പൊ നമുക്ക് കിട്ടിയതല്ല അൽഹംദുലില്ലാ, ഇത് എനിക്ക് അള്ളാഹ് തന്നതല്ലേ, അല്ലെ? അത് രണ്ട് കൈ നീട്ടി സ്വീകരിക്കാന്നല്ലാണ്ട് അതിന്റെ പേരിൽ നമ്മൾ നിരാശപ്പെട്ട് വിഷമിച്ച് കുറെ ടെൻഷനായി എന്തിനാ നമ്മൾ ദുഃഖിക്കുന്നത്? ഇവിടെ അല്ലാലോ നമ്മളെ ജീവിതം, നമ്മളെ യഥാർത്ഥ ജീവിതം ഇവിടെ അല്ലാലോ. ഇതൊരു നാടകമല്ലേ, കുറച്ചു കാലത്തെ കുറച്ച് സമയത്തേക്കുള്ള ഒരു സ്റ്റേജ് പ്രോഗ്രാം അല്ലേ. അത് കർട്ടൻ താഴുന്നവരേ ഉള്ളൂ. ആ കർട്ടൻ താണു കഴിഞ്ഞാലാണ് നമ്മളെ യഥാർത്ഥ ജീവിതത്തിലേക്ക് നമ്മൾ പോകുന്നത്. അത്ര മാത്രം ചിന്തിച്ചാൽ മതി. ആടത്തേക്കുള്ള പെർഫോമൻസ് നമ്മൾ എന്താക്കണം? ഇവിടുന്ന് നന്നാക്കണം. അത്രേ നമ്മൾ ചിന്തിക്കണ്ടോ. അതിനപ്പുറത്തേക്ക് നമുക്ക് വെറുതെ എന്തിനാ അല്ലെ അനാവശ്യം ചിന്തിച്ച് ടെൻഷൻ അടിച്ച് രോഗം വരുത്തി വെക്കുന്നത്? അപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയതിൽ, നമുക്ക് കിട്ടിയതിൽ നമ്മൾ സംതൃപ്തിപ്പെടുക, മനസ്സംതൃപ്തി ഉണ്ടാവുക. പിന്നെ നമുക്ക് അള്ളാന്റെ തൃപ്തിയിലേക്ക് എത്താൻ കഴിയുന്ന ആരാധനകൾ ചെയ്യാനുള്ള തൗഫീഖ് കിട്ടുക എന്ന് പറയുന്നത് എത്ര വലിയ സൗഭാഗ്യം. എന്നത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞില്ലേ അല്ലെ? ഇങ്ങനെ ഇൽമിന്റെ അറിവിന്റെ സദസ്സുകൾ നമുക്ക് ദിവസേന കിട്ടിക്കൊണ്ടിരിക്കുന്നു. അറിവിന്റെ സദസ്സ് എന്ന് വെച്ചാൽ മലക്കുകളുടെ സാന്നിധ്യമുള്ള സദസ്സാ, പ്രാർത്ഥന സ്വീകരിക്കുന്ന സദസ്സാ, പാപമോചനത്തിന്റെ സദസ്സാണ്, തിന്മകൾ നന്മകളാക്കി മാറ്റിമറിക്കുന്ന സദസ്സാണ്. സുബ്ഹാനല്ലാഹ്, ഇതല്ലേ നമുക്ക് ഒരു ദിവസം ഇപ്പൊ 2 നേരം 3 നേരം ഒക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നല്ലേ? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ.
ഇത്രമാത്രം അനുഗ്രഹാന്ന്. നമുക്കെല്ലാം കേൾക്കാനും പഠിക്കാനും പരീക്ഷ എഴുതാനും അല്ലെ എന്താ അൽഹംദുലില്ലാ ആഴ്ചയിൽ ഇങ്ങനെ ആ ഖുർആനെ തദബ്ബുർ ചെയ്യാനൊക്കെ ഉള്ള അവസരം അല്ലാഹ് നമുക്ക് തന്നില്ലേ? നമ്മൾ എത്ര വലിയ അനുഗ്രഹത്തിലാന്ന് അറിയോ? നമ്മൾ വേറെ ഒന്നും നോക്കണ്ട. വേറെ ഒന്നും നോക്കണ്ട. നമ്മള് ശരിക്കും അത്രയും വലിയ അനുഗ്രഹത്തിലാണ് നമ്മളുള്ളത്. ഏറ്റവും ലാസ്റ്റ് അള്ളാഹു തആലയുടെ സ്വർഗത്തിലേക്ക് നമുക്ക് എത്താനുള്ള സൗഭാഗ്യം അള്ളാഹു നൽകട്ടെ. ആമീൻ. അവന്റെ സ്വർഗത്തിലേക്ക് നമുക്ക് എല്ലാവർക്കും കൈകോർത്ത് പിടിച്ച് കൂട്ടം കൂട്ടമായി അള്ളാഹു സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുന്ന സൗഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. എപ്പോഴും ദുആ ചെയ്യണം. നമുക്ക് കിട്ടിയതിൽ ബർക്കത്തിന് വേണ്ടി ദുആ ചെയ്യണം. അള്ളാഹു ആരെ മുമ്പിലും കൈ നീട്ടാണ്ട് മറ്റുള്ളവരെ ആശ്രയിക്കാതെ നമ്മളെ കാര്യങ്ങൾ നടന്നു പോകാനുള്ള തൗഫീഖ് നൽകണേ എന്നൊക്കെ അള്ളാഹിനോട് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യാം. അതുപോലെ അള്ളാഹുവിന്റെ കൽപ്പനകളെ വിധിവിലക്കുകളെ അനുസരിച്ച് നമുക്ക് ജീവിക്കാൻ സാധിച്ചാൽ അതെല്ലാം ബർക്കത്താണ്. സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള തൗഫീഖ് അത് ബർക്കത്താണ്. ഇതെല്ലാം ഹയാത്തും ത്വയ്യിബ എന്ന് പറഞ്ഞാല് ഹയാത്തും ത്വയ്യിബ. നമുക്ക് ഈ പറഞ്ഞതെല്ലാം നമ്മളെ ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും ഹയാത്തും ത്വയ്യിബ എന്ന ആ ഒരു ജീവിതം കിട്ടുന്ന നല്ല വിശ്വാസികളിൽ നല്ല മുഅ്മിനീങ്ങൾ അല്ലാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. ബർക്കത്ത് ലഭിക്കാൻ വേണ്ടിയിട്ട് 2 കാര്യങ്ങളല്ല പറഞ്ഞ. മൂന്നാമത്തെ കാര്യം എന്താ പറയുന്നത്, നമുക്ക് നമ്മളെ മേലെ നിശ്ചയിച്ച ആരാധനകൾ ഉണ്ടല്ലോ, അള്ളാഹ്ക്ക് ചെയ്യേണ്ട ഇബാദത്തുകൾ, അത് കൃത്യമായി നിർവഹിക്കുക എന്നുള്ളത് അത് ബർക്കത്ത് ലഭിക്കാനുള്ള ഒരു കാര്യമാണ്. ഒരു ഖുദ്സിയായ ഒരു ഹദീസ് പറയുന്നുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അള്ളാഹു തആല പറഞ്ഞിരിക്കുന്നു, യാ ഇബ്നു ആദം, ആദമിന്റെ മകനെ, നീ എന്നെ ആരാധിക്കുന്നതിൽ മുഴുകുക. എന്നാൽ നിന്റെ ഹൃദയത്തിൽ ഞാൻ ഐശ്വര്യം നിറക്കും, നിന്റെ ദാരിദ്ര്യം ഞാൻ തടുക്കും. നീ അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ നിന്റെ മുമ്പിൽ ഞാൻ ജോലി തിരക്ക് നിറക്കും, നിന്റെ ദാരിദ്ര്യം ഞാൻ തടയുകയുമില്ല. നമ്മളിങ്ങനെ ഓരോ വിഷമങ്ങളെല്ലായിട്ട് വീട്ടുവാതിൽക്കൽ പല സഹായങ്ങളും ചോദിച്ചിട്ട് ഓരോ ആൾക്കാർ വരൂലേ, അവർക്കെല്ലാം നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ഒരു ഹദീസാണിത്. അള്ളാഹ് പറഞ്ഞതാണ്, അള്ളാഹ് പറഞ്ഞ കാര്യമാണ്. അള്ളാനെ ഇബാദത്ത് ചെയ്യുന്നതിന് മുഴുവൻ. അപ്പൊ അള്ളാഹു ഹൃദയത്തിൽ പലരും നിസ്കാരത്തിൽ പോലും ശ്രദ്ധ കാണിക്കാത്തവരായിരിക്കും. ശരിക്കും ഇല്ലേ, 1-2 ആൾക്കാർക്ക് നല്ല ഉപദേശം നല്ല ഫലപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടാ. അറിയാത്തൊരു സഹോദരി, ശരിക്കും പറഞ്ഞാല് വിശ്വാസം പോലും ശരിയില്ലാത്ത ഒരാള് തങ്ങളടുത്തായിട്ടും പോയിട്ട് എൻ്റെ അടുത്ത് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അന്നേരം അവരിങ്ങനെ വിഷമങ്ങളെല്ലാം പറഞ്ഞപ്പോ ഞാൻ നല്ല ഒരു സ്ത്രീ, അപ്പൊ എനിക്ക് ഇങ്ങനെ നല്ല ഇത് പറയാൻ തോന്നി. നമ്മൾ നിസ്കരിക്കുന്ന വിഷയത്തില് അതുപോലെ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്ന ഇതിലെല്ലാം വെട്ടാൻ പാടില്ല. നിങ്ങൾ തഹജ്ജുദ് നിസ്കരിച്ചിട്ട് നിങ്ങൾ പ്രാർത്ഥിച്ചു നോക്കും, നിങ്ങൾ കാര്യങ്ങൾ അള്ളാഹ് എളുപ്പാക്കി തരും. ആ സമയത്തുള്ള ദുആക്ക് അള്ളാഹ് ഭയങ്കര സ്വീകാര്യത. നിങ്ങൾ ഇങ്ങനെ ഇവിടെ അടുത്തൊന്നും പോയിട്ട് ഇങ്ങനെ ഒന്നും ചെയ്തിട്ടൊന്നും കാര്യമില്ല, അത് നമുക്ക് വിലക്കിയ വിഷയമാണ്. നിങ്ങൾ എന്തിനാത് എന്തോ ഒരു കള്ളാസിലെല്ലാം എഴുതിക്കൊണ്ടോ. ഞാനത് വാങ്ങി കയറി ചാടിയിട്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾ ദുആ ചെയ്യും, ഞാൻ ഉറപ്പ് തരാം, 100% ഉറപ്പ് തരാം. ഞാൻ എന്റെ ഉറപ്പല്ല, ഇത് അള്ളാന്റെ ഉറപ്പാന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ട് അവർ പോയിട്ടില്ലേ. ശരിക്കും അവർക്ക് കുറെ കടബാധ്യതകളും പ്രയാസങ്ങളൊക്കെ ഉണ്ടായിനെ. മോന് നല്ല ജോലിയില്ല, അങ്ങനെ എന്തെല്ലോ കുറെ വിഷമങ്ങളായിട്ട് തങ്ങളടുത്തായിട്ടും വന്നതാ. എന്നിട്ട് ശരിക്കും സുബ്ഹാൻ ഭയങ്കര അത്ഭുതം. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ എന്നെ വിളിച്ചിട്ട് അവര് ഫോൺ വിളിച്ചിട്ട് എന്റെ നമ്പറെല്ലാം വാങ്ങിച്ചിട്ടാ പോയിട്ടുണ്ടായിന്. ഞാൻ പറഞ്ഞു നമ്മളും നോക്കാം, എന്തെങ്കിലും ചെയ്തു തരാൻ ഇൻഷാ അല്ലാഹ് അങ്ങനെല്ലാം പറഞ്ഞു. നിങ്ങൾ ആദ്യം വിശ്വാസം ശരിയാക്കണ്ട്. നമ്മളെ നിസ്കാരം 5 നേരത്തെ നിസ്കാരം അള്ളാഹ്ക്ക് കൊടുക്കേണ്ട ഇബാദത്തിൽ നമ്മൾ വീഴ്ച വരുത്താൻ പാടില്ല. ഇങ്ങനെ നടക്കുമ്പോ എന്താ സംഭവിക്കുക, കഴിയൂല. എല്ലാ നിസ്കാരം ഉച്ചക്കത്തെ ലോഹറെല്ലാം പെയ്യ വീട്ടിൽ പോയിട്ട് സമാധാനത്തിൽ നിസ്കരിക്കുക, അള്ളാഹ് വീട്ടിൽ നിസ്കരിക്കാന്നൊക്കെ ചില ആൾക്കാർ വിചാരിക്കുക. അവർക്ക് അതിന്റെ പ്രാധാന്യം അറിയുന്നേ ഇല്ല. ചിലർക്കൊക്കെ പറഞ്ഞാൽ നല്ല മനസ്സിലാവുന്നുണ്ട് കേട്ടാ. മനസ്സിലാവുന്നവർക്ക് ശരിക്കും അതിന്റെ ഫലം കിട്ടുന്നുണ്ട്. അവർക്കില്ലേ ശരിക്കും വിചാരിക്കാത്ത ഏതോ ഒരാളടുത്തുനിന്ന് അവരെ കടങ്ങൾ വിടാനുള്ള പൈസ. ശരിക്കും സുബ്ഹാൻ, അവർക്ക് ഭയങ്കര ആശ്ചര്യം. അവരെ വിശ്വാസം വർദ്ധിക്കുകയും ചെയ്തത് ഭയങ്കര. ഇപ്പം ഇടയ്ക്ക് മെസ്സേജ് അയക്കും, വിളിക്കുകയോ ഇടയ്ക്ക് വരെല്ലാം ചെയ്യും. വേണമെങ്കിൽ വരുമ്പോൾ നല്ല കെട്ടുമുട്ടലായിട്ട് വരാം. എന്തെല്ലോ വാങ്ങിക്കൊണ്ട് അവർ നിങ്ങളെന്തിനും ഇതെല്ലാം ഒരു സന്തോഷം കൊണ്ട് അവർക്ക് ഇല്ലാത്ത ആളാ. പക്ഷെ
അവരെ ഒരു സന്തോഷം എന്ന് വെച്ചാല് നീ അന്ന് പറഞ്ഞതിന് മുതല് നിസ്കരിക്കാൻ തുടങ്ങി, ദുആ ചെയ്യാൻ തുടങ്ങി, തഹജ്ജുദ് നിസ്കരിക്കാൻ തുടങ്ങി, പ്രാർത്ഥിച്ച് ശരിക്കും അള്ളാഹ് എന്റെ വിളി കേട്ട്. സുബ്ഹാനല്ലാഹ്. നമ്മളെല്ലാവർക്കും പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യമാണ് ഇത്. നമ്മള് അള്ളാഹു ആയിട്ട് അള്ളാഹ് പറഞ്ഞതാണ്, എന്റെ ഇബാദത്തിൽ നീ മുഴുക്, നിന്റെ ഹൃദയത്തിൽ ഐശ്വര്യം നിറക്കും, നിന്റെ ദാരിദ്ര്യം ഞാൻ തടുക്കും എന്നാ പറഞ്ഞത്. നേരെ മറിച്ച് അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ നിന്റെ മുമ്പിൽ ഞാൻ ജോലി തിരക്ക് നിറക്കും. എന്ത് പണിയെടുത്താലും അതിൽ ബർക്കത്തുണ്ടാവില്ല. ചിലർക്കാർ അങ്ങനെയല്ലേ, നിസ്കരിക്കൂല, ഖുർആൻ ഓതൂല, അങ്ങനത്തെ ഒന്നും കാര്യത്തിൽ ശ്രദ്ധ ഉണ്ടാവില്ല. എനിക്ക് ഇങ്ങനെ നായി നയിക്കുന്നവരെ നയിക്കുന്നുണ്ടാവും, എവിടെയൊന്നും എത്തൂല, കടവും പ്രശ്നങ്ങളും ബാക്കി തന്നെ ഇരിക്കും. അള്ളാഹ്ക്ക് ചെയ്യേണ്ടത് കൃത്യമായി ചെയ്യുന്നേ ഉണ്ടാവില്ല. നമ്മളെ വീട്ടിൽ ജോലിക്ക് വരുന്നവരൊക്കെ കൃത്യമായി നിസ്കരിപ്പിക്കണം. ആ കാര്യത്തില് എല്ലാരും ശ്രദ്ധിക്കണം കേട്ടാ. അവര് എന്ത് പണിയെങ്കിലും ആ ളുഹർ ബാങ്ക് കൊടുക്കുമ്പോ നിസ്കരിക്കാൻ പറയാ, ളുഹാ നിസ്കാരം, അങ്ങനത്തെ എല്ലാം ചെയ്യിപ്പിക്കണം. അതിലൊന്നും നമ്മളെല്ലാം ചെയ്തിട്ട് അവര് നിസ്കരിക്കാണ്ടു പിന്നെ ഇതൊന്നും ചെയ്യാണ്ടല്ലേ പണിയെടുത്തിട്ട് എന്താ കാര്യമുള്ളത്? മാറ്റങ്ങൾ വരും. അവരെ ലൈഫിൽ വരുന്ന ബർക്കത്ത് ശരിക്കും അത് വേറെ നമ്മളെ ഫാത്തിമ മാഷാ അല്ലാഹ് എന്താ പറയാ, സുബ്ഹാനല്ലാഹ്, അതെല്ലാം അനുഭവങ്ങളാ. മാറ്റങ്ങൾ ജീവിതത്തിൽ വന്നപ്പോ അള്ളാന്റെ ഭാഗത്തുനിന്ന് അനുഗ്രഹം ചൊരിഞ്ഞിറങ്ങിയതാണതല്ല. സുബ്ഹാനല്ലാഹ്. അപ്പൊ ശരിക്കും നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഇങ്ങനത്തെ ആൾക്കാർക്ക് ചിലപ്പോൾ അറിയുണ്ടാവില്ല. നമ്മൾ അവർക്ക് കൊടുക്കുന്ന 100, 500, 1000 അതല്ല, അതിനെക്കാട്ടിയും വില മതിക്കുന്നത് നല്ല ഇങ്ങനത്തെ ഉപദേശങ്ങളാണ്. നല്ല ഇതിൽ പറഞ്ഞു കൊടുക്കണേ. അവർക്കൊരു വിഷമം എന്ന രീതിയിൽ, അവരെ കുറ്റപ്പെടുത്തുന്ന രീതിയിൽ, അവർക്ക് അതിനോടൊരു ഇഷ്ടം തോന്നാത്ത രീതിയിൽ പറഞ്ഞു കൊടുക്കാൻ പാടില്ല. നല്ല വാക്ക് പറഞ്ഞു കൊടുക്കാം, നല്ല ഇതില്, നല്ല സൗമ്യമായ വാക്ക്. അപ്പൊ അത് അവർക്ക് കേൾക്കണമെന്നും തോന്നും, സ്വീകരിക്കണമെന്നും തോന്നും. അതിൽ മാറ്റം വരുന്നതൊക്കെ അള്ളാഹ് ഹിദായത്ത് കൊടുത്തൊക്കെ അള്ളാഹ് മാറ്റം വരും. പക്ഷെ നമ്മൾ കാരണം നമ്മളൊരു വാക്ക് കൊണ്ട് ഒരാൾക്ക് നന്മ, ഒരാൾക്ക് ഒരു നല്ല ഇതിലേക്ക് വന്നാൽ അതിന്റെ പ്രതിഫലം നമ്മളെ ഖബറിലും അല്ലെ, നാളെ നമുക്ക് ഒരു വലിയ വലിയ വിലമതിക്കാനാകാത്ത അത്രയും വലിയൊരു പ്രതിഫലമാണത്. അപ്പൊ അതുകൊണ്ട് പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മളെ ഓരോരുത്തരും ശ്രദ്ധിക്കണം. അപ്പം പിന്നെ പ്രത്യേകം അല്ലാഹു തആല പറഞ്ഞത് ഇബാദത്തുകൾ കൃത്യമായി നമ്മൾ നിർവഹിക്കുക എന്നുള്ളത്. അങ്ങനെ നമ്മളെ ഇബാദത്തിൽ മുഴുകുമ്പില്ലേ നമ്മളെ കാര്യങ്ങളെല്ലാം എളുപ്പാക്കി തരും ശരിക്കും. അല്ലെങ്കിലില്ലേ നമ്മളെ ജോലി തിരക്കേയിരിക്കും. എന്നാ ഒട്ടും എന്തുണ്ടാവൂല, ബർക്കത്ത് ഉണ്ടാവും ചെയ്യില്ല, ദാരിദ്ര്യം തടയൂല. ഇത് ഖുദ്സിയായ ഹദീസാണ്. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലെ, വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ. നിന്റെ കുടുംബത്തോട് നീ നമസ്കരിക്കാൻ കൽപ്പിക്കുകയും ആ നമസ്കാരത്തിൽ നീ ക്ഷമാപൂർവം ഉറച്ചു നിൽക്കുകയും ചെയ്യുക. ലാ നസ്അലുക റിസ്ഖാ, നിന്നോട് നാം എന്താക്കുന്നില്ല, ഉപജീവനം ചോദിക്കുന്നില്ല. നഹ്നു നർസുഖുക, നിനക്ക് നാം ഉപജീവനം നൽകും. വൽ ആഖിബത്തു ലിത്തഖ്വാ, തഖ്വയാണ് ശുഭപര്യവസാനം. നമ്മളോട് നമ്മളെ മക്കളെ, നമ്മളെ കുടുംബത്തിനെ നമസ്കാരം കൊണ്ട് കൽപ്പിക്കാനാ നമ്മളോട് അല്ലാഹ് കൽപ്പിച്ചത്. അതായത് ദീനി വിഷയങ്ങളിലാണ് നമ്മളെ മേലെ ഉത്തരവാദിത്തം ഏൽപ്പിച്ചിട്ടുള്ളത്. മക്കൾക്ക് എല്ലാം തന്നെ നല്ല തർബിയത്ത് കൊടുക്കണം, നമ്മൾ നല്ല സംസ്കരണം കൊടുക്കണം, നല്ല ദീനി വിദ്യാഭ്യാസം കൊടുത്തിട്ടാണ് നമ്മളെ മക്കളെ വളർത്താൻ വേണ്ടിയിട്ട്. ആ വിഷയത്തിൽ അല്ലാഹ് നമ്മളോട് ചോദിക്കും. നേരെ മറിച്ച് നമ്മളെ മക്കൾക്ക് നല്ല ഫുഡ് അതിന്റെ വിഷയത്തിൽ അല്ലാഹ് നമ്മളോട് പറയുന്നില്ല. റിസ്ക് ഞാനാ ഏറ്റെടുത്തിന്. ലാ നസ്അലുക റിസ്ഖാ നഹ്നു നർസുഖുക, ഞാൻ നൽകും നിനക്കുള്ള ഉപജീവനം. അപ്പം നീ ഇതിന്റെ ഈ ഒരു ആയത്തിന്റെ വിശദീകരണത്തിൽ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി പറയുന്നുണ്ടെന്നറിയോ, നീ നമസ്കാരം കൃത്യമായി നിർവഹിക്കുകയാണെങ്കിൽ നീ വിചാരിക്കാത്ത രീതിയിൽ നിനക്ക് ഉപജീവനം വന്നെത്തും. സുബ്ഹാനല്ലാഹ്. നിസ്കാരം കൃത്യമായി നിർവഹിച്ചാല് നമ്മൾ വിചാരിക്കാത്ത മാർഗത്തിലൂടെ അല്ലാഹു തആല ഉപജീവനം നൽകുന്ന പറയുന്നത്. അപ്പൊ നിസ്കാരത്തിന്റെ കാര്യത്തിൽ നമ്മളൊരു വീഴ്ച വരുത്താനേ പാടില്ല. അതിലെപ്പോഴും കൃത്യത പാലിക്കാൻ എല്ലാവരും ശ്രമിക്കുക. ബാങ്ക് കൊടുത്താല് നമ്മൾ നിസ്കാരത്തിന് വേണ്ടിയിട്ടുള്ള മുന്നൊരുക്കങ്ങൾ ചെയ്യുക. അതിന് വേണ്ടിയിട്ടുള്ള വേഗം ഒരിക്കലും കളാക്കുന്നുള്ള ഒരു ഏർപ്പാടേ പാടില്ല കേട്ടോ. അത് നഷ്ടപ്പെടുത്താന്നുള്ളത് ഒരിക്കലും പാടില്ല. പിന്നെ ബർക്കത്ത് ഉണ്ടാകാനുള്ള 4ാമത്തെ കാര്യം പറയുന്നത് അള്ളാഹുവിനോട് ശുക്റുള്ളവരാകാന്നുള്ളതാണ്. അള്ളാഹ്ക്ക് നന്ദി കാണിക്കുക. അള്ളാഹു തആല പറഞ്ഞിട്ടുണ്ട് അല്ലേ, വഇദ് തഅദ്ദന റബ്ബുക്കും ലഇൻ ശകർതും ലഅസീദന്നകും, ലഇൻ ശകർതും ലഅസീദന്നകും. അവിടെ ഹൃദയത്തിൽ കൊത്തിവെക്കോ ഇങ്ങനെയുള്ള ആയത്തുകളെല്ലാം. നിങ്ങൾ നന്ദി കാണിച്ചാല് തീർച്ചയായും ഞാൻ നിങ്ങൾക്ക് അനുഗ്രഹം വർദ്ധിപ്പിച്ച് നൽകുന്നതാണ്. അള്ളാഹു വർദ്ധിപ്പിച്ചു തരുന്ന പറഞ്ഞത്. സുബ്ഹാനല്ലാഹ്.
എന്നാൽ വഇൻ കഫർത്തും ഇന്ന അദാബി ലശദീദ്, നന്ദികേട് കാണിച്ചാലോ അള്ളാഹുവിന്റെ ശിക്ഷ അതികഠിനമായിരിക്കും. അപ്പോ അള്ളാഹുവിന് ശുക്റുള്ളവരാകാം. ശുക്ർ എന്ന് പറഞ്ഞാൽ നമ്മളൊരു അൽഹംദുലില്ലാ എന്നുള്ളൊരു വാക്കിൽ ഒതുക്കണ്ട. നമുക്ക് അള്ളാഹുവിനുള്ള ശുക്ർ എങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കോ, നമ്മള് അതെല്ലാം ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നല്ലേ. ഇസ്തിഗ്ഫാറും തൗബയും അധികരിപ്പിക്കാനും എന്തെല്ലാം കാര്യങ്ങൾ നമ്മളിപ്പോ പഠിച്ച് സുബ്ഹാനല്ലാഹ്. അള്ളാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ കൂടുതൽ നമ്മൾ അടുത്തറിഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ ഇന്നലെ. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. അള്ളാഹുലേക്ക് നമ്മളെ കൂടുതൽ അള്ളാഹു അടുപ്പിക്കട്ടെ. ആമീൻ. അപ്പം ശുക്ർ, ഇപ്പം അറിവിന്റെ വിഷയത്തിലുള്ള ശുക്ർ എങ്ങനെയാ? നമുക്ക് കിട്ടിയ അറിവ് നമ്മൾ അമൽ ചെയ്യുക, അത് അള്ളാഹുവിനുള്ള ശുക്രാണ്. അറിവ് അമൽ ചെയ്യുന്നതോടൊപ്പം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക, അത് അറിവിലുള്ള ശുക്രാ. അപ്പൊ നമുക്ക് അറിവ് അള്ളാഹു തആല വർദ്ധിപ്പിച്ചു തരും. സമ്പത്തിനോട് എങ്ങനെ ശുക്ർ ചെയ്യാ? സമ്പത്ത് നമ്മൾ ചെലവഴിക്കണം. അത് ഒരുപാട് ആളുകൾക്ക് ആവശ്യക്കാരായിട്ടുണ്ടാവും അല്ലെ. എന്നോട് പിന്നെ 2 ദിവസം മുമ്പ് ഒരാൾ ഐഫോണിന്റെ നല്ല മുന്തിയ ഐഫോൺ വാങ്ങാൻ കുഴപ്പമുണ്ടോന്ന് ചോദിച്ചു. അപ്പൊ ഇന്ന് രാവിലെ ആയിഷാന്റെ ക്ലാസ്സിൽ അതിനെ കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്, എനിക്ക് ഭയങ്കര ആശ്ചര്യം തോന്നി. എന്താ പറഞ്ഞാല് പിന്നെ അങ്ങനെ വാങ്ങുന്നതിനെ കൊണ്ട് കുഴപ്പമൊന്നും ഇല്ലല്ലേ. നമുക്കത് ആവശ്യമാണെങ്കിൽ നമുക്കത് തീർച്ചയായും നമുക്ക് അതിന്റെ സാമ്പത്തികമായിട്ട് കഴിവും ഒക്കെ ഉണ്ടെങ്കിൽ അതിന്റെ കൂടുതൽ ഫെസിലിറ്റീസ് ഒക്കെ ഉപയോഗപ്പെടുത്താന്നുള്ളതിലേക്ക് വാങ്ങാം. ഞാനങ്ങനെ റിപ്ലൈ കൊടുത്തത് സെയിം തന്നെയാണ് ആയിഷയും പറഞ്ഞിട്ടുണ്ടായത്. നേരെ മറിച്ച് അത് നമ്മളെ വലിയ ഫോണ് ആളെ കാണിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് വലിയ അത്ര ഏറ്റവും എന്താണ് എനിക്കതൊന്നും പറഞ്ഞു തരാൻ അറിയില്ല, അത്രയും മുന്തിയതാണ് ആളെ മുമ്പിൽ പറയാനും പൗറ് കാണിക്കാനും അതിലൂടെ ഫഖർ കാണിക്കാനും തക്കാസുറിനൊക്കെ വേണ്ടിയിട്ട് വെറുതെ അല്ലെ ഇല്ലാത്ത പൈസ കടമ അടിച്ചിട്ട് ചില ആൾക്കാർ ലോൺ എടുത്തിട്ടല്ലേ വാങ്ങും. അല്ലാഹു അക്ബർ, എന്തിന്റെ ആവശ്യം അല്ലേ. ഇന്ന് അധികം ആൾക്കാർ, എല്ലാരും എന്നല്ല കൂടുതൽ ആൾക്കാരും ഈ കടബാധ്യതകൾ, ഈ ലോണ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം കൊണ്ട് ഉണ്ടാകുന്നതെല്ലാം എന്തിനാ? ആവശ്യത്തിനൊന്നല്ല. കുറേ വകം അവര് പറയുന്നത് ആവശ്യമാണ്, പക്ഷെ അതൊന്നും ആവശ്യങ്ങളെ അല്ല. നമ്മളടുത്ത് ഉള്ള പൈസനെ കൊണ്ട് നമ്മൾ കളിച്ചാൽ മതി. നമുക്ക് ചെലവ് ചുരുക്കി ജീവിക്കാൻ അറിയണം. നമ്മൾ പഠിക്കണം. കിട്ടുന്നതിൽ നിന്ന് ഉള്ളതിൽ കൊണ്ട് ഉള്ളതുപോലെ ജീവിക്കാൻ പഠിക്കണം. കഞ്ഞി കുടിക്കാനുള്ള വക അള്ളാഹു തആല തരുമ്പോ കഞ്ഞിയും ചമ്മന്തിയും കഴിച്ചിട്ട് ജീവിക്കാം അല്ലെ. ഫ്രൈഡ് ചിക്കനും ബർഗറും പിസയൊക്കെ തിന്ന് കഴിക്കാനുള്ള വക തരുമ്പോ അങ്ങനെ കഴിച്ചോ. എന്നാലും ഉള്ളപ്പോഴും പോലും നമുക്കറിയാം സഹാബാക്കളോ അവരോ താബിങ്ങളോ ഒന്നും തന്നെ അവർക്ക് ഒരുപാട് ഉണ്ടായിട്ട് പോലും അവരങ്ങനെ ഒരുപാട് പിന്നെ അങ്ങനെയൊന്നും ജീവിച്ചിട്ടില്ല അല്ലെ. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ എല്ലാം ചരിത്രം നമ്മൾ അത്ര കേട്ടതാ. അവർക്ക് രാജകൊട്ടാരത്തിൽ ജീവിക്കുക, പിന്നെ ഇഷ്ടം പോലെ പട്ടുവസ്ത്രങ്ങൾ, നല്ല നല്ല പളപളപ്പുള്ള വസ്ത്രങ്ങൾ ധരിക്കാനൊക്കെ ഉള്ള അവസരം ഉണ്ടായിരുന്നു. പക്ഷെ എന്താക്കിയിട്ടില്ല, അവര് കൊട്ടാരത്തിൽ ജീവിച്ചിട്ടില്ല. നല്ല 2 കറികൾ ഒരുമിച്ച് കൂട്ടിയിട്ടില്ല. ഒരു കറി തന്നെ കൂട്ടുമ്പോ തന്നെ കരഞ്ഞുകൊണ്ടാ തിന്നാറുണ്ടായെന്ന് പറഞ്ഞു. അതെല്ലാം നമ്മളിങ്ങനെ പറയല് മാത്രമാണ്, നമുക്കതിലേക്കൊന്നും എത്താൻ. എന്നാലും നമ്മൾ പറയാ അതിര് കവിയാൻ പാടില്ല. ഒന്നിലും നമ്മൾ അതിര് കവിയാൻ പാടില്ല. അള്ളാഹുവിന് നമ്മൾ ശുക്റുള്ള നല്ല അടിമകളായി നമ്മൾ മാറാൻ പരിശ്രമിക്കാം. അതുപോലെ നമുക്ക് ബർക്കത്ത് ലഭിക്കാനുള്ള മറ്റൊരു കാര്യം പറയുന്നത് സലാം പറയാന്നുള്ളതാണ്. വീട്ടിലേക്ക് കയറുമ്പോ വീട്ടുകാരോട് സലാം പറയാന്നുള്ളത്, അത് പിന്നെ പ്രത്യേകം ഹദീസിൽ വന്നതാണ്. ഫസല്ലിം ഇദാ ദഖൽത അലാ അഹ്ലിക ഫസല്ലിം യകൂനു ബറകതൻ അലൈക വഅലാ അഹ്ലി ബൈതിക്. നീ യാ ബുനയ്യ എന്ന് വിളിച്ചിട്ടാ പറയുന്നത്. അനസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൂടെ ഉണ്ടായതാണല്ലോ, ചെറിയ കുട്ടിയായിട്ട് ഉണ്ടായതല്ലേ. ആ അനസ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, എന്റെ കുഞ്ഞു മകനെ, യാ ബുനയ്യ, കുഞ്ഞു മോനെ, ഇദാ ദഖൽത അലാ അഹ്ലിക ഫസല്ലിം, നീ നിന്റെ കുടുംബത്തിലേക്ക് പ്രവേശിച്ചാൽ അവർക്ക് നീ സലാം പറയുക. അത് നിനക്കും നിന്റെ വീട്ടുകാർക്കും ബർക്കത്ത് നൽകും. നമ്മൾ കുഞ്ഞുമക്കളെ പഠിപ്പിച്ചു വെക്കണം. പോകുമ്പോഴും വരുമ്പോഴും ഒക്കെ സലാം പറയാൻ പഠിപ്പിക്കണം. അവരെ കൊണ്ട് പറഞ്ഞു പഠിപ്പിക്കണം. അല്ലെ, മദ്രസയിലേക്ക് പോകുമ്പോഴും സ്കൂളിലേക്ക് പോകുമ്പോഴും അവര് തിരിച്ചു വരുമ്പോഴും അല്ലാതെയും ഒക്കെ നമ്മൾ ഈ കുട്ടികൾക്ക് നമ്മൾ സലാം പറയാ, അവരോട് തിരിച്ചും സലാം പറയിപ്പിക്കുക. ആ ഒരു ശീലം നമ്മൾ ഉണ്ടാക്കുക വീട്ടില്. കാരണം അത് ബർക്കത്ത് ലഭിക്കുന്ന ഒരു കാര്യമാണ്. സലാം പറയാ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു, അങ്ങനെ തന്നെയല്ലേ പറയുന്നത് അല്ലേ. സുബ്ഹാനല്ലാഹ്, എല്ലാം കിട്ടി. നല്ലൊരു പ്രാർത്ഥന. പിന്നെ 6ാമതായിട്ട് പറയുന്നത് സദഖ നൽകുക എന്നുള്ളതാണ്. സദഖ, സക്കാത്ത്.
പിന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, എന്താണെന്നറിയോ? ഖുദ്സിയായ ഹദീസാണ്. അള്ളാഹു പറഞ്ഞിരിക്കുന്നു, ഖാലല്ലാഹ് അൻഫിഖ് യാ ഇബ്ന ആദം, ആദം സന്തതികളെ നിങ്ങൾ ചെലവഴിക്കും, അൻഫിഖ് അലൈക്, നിങ്ങളുടെ മേൽ നാമും ചെലവഴിക്കും. നിങ്ങൾ ചെലവഴിക്ക്, അപ്പൊ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെലവഴിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ബുഖാരി റിപ്പോർട്ട് ചെയ്ത സഹീഹായ ഹദീസാണ്, ഖുദ്സിയായ ഹദീസാണ്. അതുപോലെ മറ്റൊരു ഹദീസിൽ പറയുന്നത് ലാ യൻഖുസു മാലും മിൻ സദഖത്തിൻ ഫതസദ്ദഖൂ, സദഖ കൊടുക്കുന്നത് കൊണ്ട് ഒരിക്കലും സമ്പത്ത് ഉണ്ടാകൂല, കുറയൂല. അതുകൊണ്ട് നിങ്ങൾ സദഖ കൊടുക്കുക. കൊടുക്കുന്ന സമയത്തില്ലേ ചിലപ്പോ നമ്മളെ സമ്പത്തിന്റെ അളവ് കുറയും, പക്ഷെ ആ കുറഞ്ഞ സമ്പത്ത് ഉണ്ടാവില്ലോ, അതിൽ അല്ലാഹു തആല എന്താക്കും? പിന്നീട് ബർക്കത്ത് നൽകി അതിന് അല്ലാഹു തആല വർധനവ് ഉണ്ടാക്കും. സുബ്ഹാനല്ലാഹ്. അതാണ് അതാണ് അതിന്റെ പ്രത്യേകത. നമ്മളെ കയ്യിൽ ഉള്ളതിൽ നിന്ന്, കുറച്ചുള്ളതിൽ നിന്ന് നമ്മൾ മറ്റൊരാൾക്ക് സദഖ കൊടുക്കുമ്പോ ആ കുറച്ചുള്ള കുറയും, പിന്നെ അല്ലെ സാമ്പത്തികമായി നോക്കുമ്പോൾ അത് കുറയും, പക്ഷെ അതിൽ അല്ലാഹു തആല എന്താക്കും? ബർക്കത്ത് നൽകിയിട്ട് അതിന് വർധനവ് നൽകുന്ന പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അത് അള്ളാഹ് പറഞ്ഞത് തന്നെയാണ് അല്ലെ. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞിട്ടില്ലേ, വമാ അൻഫഖതും മിൻ ഷൈഇൻ ഫഹുവ യുഖ്ലിഫുഹു വഹുവ ഖൈറുർ റാസിഖീൻ. നിങ്ങൾ എന്തൊന്ന് ചെലവഴിച്ചാലും അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് പകരമായിട്ട് നൽകുന്നതാണ്. അവനാണ് ഏറ്റവും ഉപജീവനം നൽകുന്നതിൽ ഉത്തമൻ. അതുകൊണ്ട് കൊടുക്കുന്ന വിഷയത്തിൽ ആരും എന്താക്കേണ്ടതില്ല, മടി കാണിക്കേണ്ടതില്ല, കുറയ്ക്കേണ്ടതില്ല. അള്ളാഹ്ക്കാ കൊടുക്കുന്ന വിചാരിച്ചാൽ മതി. അതുപോലെ തന്നെ സക്കാത്തിന്റെ വിഷയത്തിലും അള്ളാന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് സക്കാത്തായി നൽകുന്ന എന്തും തന്നെ അത് അല്ലാഹു തആല ഇരട്ടിയായിട്ട് അല്ലാഹു തആല നൽകും എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ അള്ളാഹ്ക്ക് കൊടുക്കുന്ന അള്ളാഹ് അല്ലെ, മൻദല്ലദീ യുഖ്രിദുല്ലാഹ ഖർദൻ ഹസന ഫയളാഇഫഹു ലഹു അദ്ആഫൻ കസീറ അല്ലെ, അങ്ങനെയല്ല അല്ലാഹു തആല പറഞ്ഞത്. ആരാണ് അള്ളാഹ്ക്ക് കടം കൊടുക്കാനുള്ളത്? ഏറ്റവും നന്നായിട്ട് അള്ളാഹു ഇരട്ടിയായിട്ട് നൽകും പറഞ്ഞല്ലേ. സുബ്ഹാനല്ലാഹ്. ഇപ്പൊ നമ്മള് ഒരു സദഖ ചെയ്യുമ്പോ നമ്മളത് ആദ്യം റബ്ബിന്റെ കൈകളിലേക്ക് ഇട്ട് കൊടുക്കുന്നതെന്ന് മാത്രം വിചാരിച്ചാൽ മതി. നമ്മളിത് അവർക്ക് കൊടുത്തിട്ട് അവരിത് എന്താ ചെയ്യാ, ഇതെങ്ങനെ അവര്, അങ്ങനെ ഒന്നും ചിന്തിക്കേണ്ട. നമ്മളെ സമ്പത്തില് ബർക്കത്ത് ലഭിക്കാൻ നമ്മൾ എന്താക്കുക, അതിനെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുക, കൊടുത്താൽ അതിൽ ബർക്കത്തുണ്ട്. കോരുന്ന കിണറ്റിലെ ഉറവ് പറ്റൂല എന്ന് പറയലില്ലേ, കോരുന്ന കിണറ്റിലാന്ന് ഉറവുണ്ടാകാന്ന് പറയലുണ്ട്. അതന്നെ, നമ്മളിങ്ങനെ കൊടുക്കുമ്പോഴാണ് അതിലെന്താകുക, അല്ലാഹു തആല ബർക്കത്താക്കി തരും. പിന്നെ ബർക്കത്ത് ലഭിക്കുന്ന ഏഴാമത്തെ കാര്യമായിട്ട് പറയുന്നത് കുടുംബബന്ധം ചേർക്കുക എന്നുള്ളതാണ്. കുടുംബബന്ധം പാലിക്കുന്നവർക്ക് അല്ലാഹു തആല ജീവനത്തിൽ വിശാലത നൽകും, ദീർഘായുസ് ലഭിക്കും എന്ന് പറയുന്നുണ്ട് അല്ലെ. അതുപോലെ എട്ടാമതായിട്ട് പറയുന്നത് മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുക. നമ്മളെ ആയുസ് വർദ്ധിക്കാനും വിഭവങ്ങളിൽ വിശാലത ഉണ്ടാകാനും ആഗ്രഹിക്കുന്നവര് മാതാപിതാക്കളോട് നല്ല നിലയിൽ കഴിയട്ടെ, കുടുംബബന്ധം പുലർത്തുകയും ചെയ്യട്ടെ. ഏകദേശം ലാസ്റ്റ് സമയമായില്ലേ, ഓരോ പോയിന്റ് ആയിട്ട് ജസ്റ്റ് പറയാട്ടാ. പിന്നെ ഒമ്പതാമത്തായിട്ട് പറയുന്നത് ഇൽമ നേടുക എന്നുള്ളത്, ദീനി വിജ്ഞാനം കരസ്ഥമാക്കുക എന്നുള്ളത്. പിന്നെ ഒരു ഹദീസ് പറയുന്നുണ്ട് ആ വിഷയത്തിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് 2 സഹോദരന്മാരുണ്ടായിരുന്നു. അവരിൽ ഒരാള് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് പോയിട്ട് പഠിക്കുകയും മറ്റേയാള് തൊഴിൽ ഏർപ്പെടുകയും ചെയ്തു. അപ്പോ തൊഴിൽ ചെയ്യുന്ന ആ വ്യക്തി മറ്റേ സഹോദരനെ കുറിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ആവലാതി പറഞ്ഞു, എന്താ ഓൻ ജോലിക്കൊന്നും പോകുന്നില്ല എന്ന്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിനോട് എന്താ മറുപടി പറഞ്ഞെന്നറിയോ? അവൻ കാരണമായിരിക്കാം നിനക്ക് ഉപജീവനം നൽകപ്പെടുന്നത്, അതുകൊണ്ട് ഓൻ പഠിച്ചോട്ടെ, ഓൻ പഠിക്കുന്നതിന്റെ ബർക്കത്ത് കൊണ്ടാണ് നിനക്ക് നിന്റെ ജോലിയിൽ അല്ലാഹു തആല ബർക്കത്ത് ചെയ്തു തരുന്നത്. സുബ്ഹാനല്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അപ്പം ഇൽമ്, ദീനിപരമായ അറിവ് നേടുന്നത് പോലും എന്താണ്, നമ്മളെ ജീവിതത്തിൽ ബറക്കത്ത് ഉണ്ടാകാനുള്ള കാര്യങ്ങളിൽ പെട്ടതാണ്. പിന്നെ തവക്കുൽ, അള്ളാഹുവിൽ തവക്കുൽ ചെയ്യാം. വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹു. ആരെങ്കിലും അള്ളാഹുവിൽ പരമേൽപ്പിക്കുന്ന പക്ഷം അവന് അള്ളാഹു തന്നെ മതിയാകുന്നതാണ്. എല്ലാത്തിനും അള്ളാഹു തആല അതിൻ്റെതായ
ഓരോ ക്രമം അള്ളാഹു തആല ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ അള്ളാഹുവിലേക്ക് പൂർണ്ണമായും തവക്കുൽ ചെയ്യാം. കാരണം അള്ളാഹുൽ പരമേൽപ്പിച്ചവന് അള്ളാഹു തന്നെ മതി എന്ന് പറഞ്ഞല്ലോ. അപ്പോ അള്ളാഹു അത് ഏറ്റെടുക്കും. നമ്മളെ കാര്യങ്ങൾ അള്ളാഹു തആല ഏറ്റെടുക്കും. അതിൽ സത്യസന്ധത കാണിക്കണം നമ്മൾ. ഈ തവക്കുൽ വെറുതെ വാഗോണ്ട് പറഞ്ഞാൽ പോരാ, നമ്മൾ ആത്മാർത്ഥമായിട്ട് റബ്ബിലേക്ക് എന്താക്കണം, ഏൽപ്പിക്കണം, എല്ലാം ഏൽപ്പിക്കണം. അതായത് ഒരു ഉമർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ പറയുന്നുണ്ട്, ഉമർ റളിയല്ലാഹു റിവൈസ് ചെയ്ത ഹദീസിൽ, ലൗ അന്നക്കും കുന്തും തവക്കലൂന അലല്ലാഹി ഹഖ്ഖ തവക്കുലിഹി അല്ലാ റുസിഖ്തും കമാ തുർസഖു ത്വയ്ർ വതഖദു ഖിസ്വാമ വതറൂഹു ബിതാന. അല്ലെ, റിസ്കിന്റെ വിഷയത്തിൽ നമ്മൾ ഇത് പറഞ്ഞതാണ്. നിങ്ങൾ അള്ളാഹുവിന്റെ അടുത്ത് യഥാവിധി നിങ്ങൾ തവക്കുൽ ഭരമേൽപ്പിക്കുകയാണെങ്കിൽ പക്ഷികൾക്ക് അള്ളാഹു തആല ആഹാരം നൽകപ്പെടുന്നത് പോലെ നിങ്ങൾക്കും അള്ളാഹു തആല നൽകും. പ്രഭാതത്തിൽ ഒട്ടിയ വയറുമായി പുറപ്പെടുകയും വൈകുന്നേരം നിറഞ്ഞ വയറുമായി തിരിച്ചു വരും. സുബ്ഹാനല്ലാഹ്. അപ്പൊ അള്ളാഹുൽ പൂർണ്ണമായും തവക്കുൽ ചെയ്യാം. 11ാമത്തെ കാര്യം പറയുന്നത് സൂറത്തുൽ ബഖറ പാരായണം ചെയ്യാന്നുള്ളതാണ്. സൂറത്തുൽ ബഖറ നിങ്ങൾ പാരായണം ചെയ്യുക. കാരണം അത് സ്വീകരിക്കൽ ബറക്കത്താണ്, അതിനെ ഉപേക്ഷിക്കൽ നഷ്ടമാണ്. മരണക്കാർക്ക് അതൊരിക്കലും താങ്ങാൻ സാധിക്കുകയില്ല. സൂറത്തുൽ ബഖറ നമ്മൾ സ്വീകരിക്കുക. എല്ലാവരും ഏറ്റെടുത്തോ. അൽഹംദുലില്ലാ, നമ്മളെ ഗ്രൂപ്പിലെ ഒട്ടുമിക്ക ആൾക്കാരും സൂറത്തുൽ ബഖറ പഠിക്കുന്നവരാണ് അല്ലെ. അൽഹംദുലില്ലാ. പിന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാല് ഭക്ഷണ തളികയിൽ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ അതില് ബർക്കത്തുണ്ട്. പിന്നെ അത് നമ്മളെ ഭാഗത്തുനിന്ന് മാത്രം കഴിക്കാനോ അത് ശ്രദ്ധിക്കണം. ഒരുമിച്ചിരുന്നിട്ട് ഒരേ പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കുമ്പോ ഇല്ലേ, അതിൽ ഭയങ്കര ബർക്കത്താണ്. ഒരാളെ ഭക്ഷണം കൊണ്ട് രണ്ടാൾക്കും, രണ്ടാളെ ഭക്ഷണം കൊണ്ട് മൂന്നാൾക്കും, മൂന്നാളെ ഭക്ഷണം കൊണ്ട് 4, 5, 6 പേർക്ക് കഴിക്കാൻ കഴിയുമെന്ന് പറയുന്നത്. അപ്പൊ അതെല്ലാം നമ്മള് ശ്രദ്ധിക്കാത്ത കാര്യങ്ങളാണ്. ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന വിഷയത്തിലെല്ലാം ശ്രദ്ധിക്കുന്നവരുണ്ട്, ശ്രദ്ധിക്കാത്തവരുണ്ട്. പിന്നെ ബിസ്മി ചൊല്ലി കഴിക്കാന്നുള്ളത്, ബിസ്മി ഒന്നിച്ചിരുന്ന് കഴിക്കുന്നതോടെ ബിസ്മി ചൊല്ലി കഴിക്കാന്നുള്ളത്, അതിലും ബിസ്മി എല്ലാത്തിലും ബർക്കത്ത് നൽകുന്നതാണ് അല്ലെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മി ഇല്ല എന്ന് പറയുന്നത് തന്നെ എല്ലാത്തിലും ബർക്കത്ത് കിട്ടുന്ന ഒരു കാര്യമാണ് ബിസ്മി. അതിന്റെ ഒരു ക്ലാസ്, ആയിഷാന്റെ ഒരു ക്ലാസ് കുറേ പ്രാവശ്യം എടുത്തത് ഉണ്ടായിരുന്നു. അത് യൂട്യൂബിൽ ഉണ്ടാവും. ആ ചാനലിൽ പോയാൽ നിങ്ങൾക്ക് ചിലപ്പോൾ കിട്ടുമായിരിക്കും. ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക, ബിസ്മി ചൊല്ലി കഴിക്കുക, അതെല്ലാം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ കച്ചവടത്തിൽ സത്യസന്ധത പുലർത്താം. പിന്നെ വേറൊരു വിഷയം വരുന്നുണ്ട്, ഭക്ഷണ സാധനങ്ങൾ അളന്ന് കൊടുക്കുക എന്നുള്ളത്. അളന്നിട്ട് കൊടുക്കുന്നതിൽ ഭയങ്കര ബർക്കത്താണ്. പിന്നെ ഞാനില്ലേ, ഈ കാര്യത്തിൽ ഞാൻ എൻ്റെ ഉമ്മാന്റെ ഭയങ്കര എനിക്ക് അത് അതിശയമുള്ള ഒരു കാര്യമാണ്. ഞാൻ ഈ ഉമ്മ ഈ ഹദീസിൽ അറിഞ്ഞിട്ടൊന്നും ആയിരിക്കൂല എനിക്ക് തോന്നുന്നു ചെയ്തിട്ടുണ്ടാകാന്. പിന്നെ എല്ലാം അളന്നിട്ട് എണ്ണീറ്റ് അങ്ങനെ കൃത്യം ഒരു കൊടുക്കുന്ന വിഷയത്തില് ഞാൻ പറയും ഇതെന്തിനാ ഉമ്മ ഇടുന്നത്, ഇതെന്തിനാ അളക്കുന്നത് ഞാനിങ്ങനെ ചോദിക്കല. പക്ഷെ അതില് ബർക്കത്തുണ്ട് എന്ന് പറയും. സുബ്ഹാനല്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. അല്ലെ, നമ്മൾ കൊടുക്കുമ്പോ ആർക്കെങ്കിലും എന്തെങ്കിലും ആക്കുമ്പോ എല്ലാത്തിനും അതൊരു അളവ്, ഒരെണ്ണം അതിൽ ഉണ്ടാകുന്നത് നല്ലതാണ്, അതിൽ ബർക്കത്തുണ്ട് എന്ന് പറയുന്നത്. അല്ലാഹു അക്ബർ. പിന്നെ പലിശ സംബന്ധമായതൊന്നും നമ്മൾ ഏർപ്പെടാൻ പാടില്ല. കാരണം അല്ലാഹു തആല അത് വിരോധിച്ചതാണ്. അതിലൊരു ബർക്കത്ത് ഉണ്ടാവില്ല. നമ്മളെ കച്ചവടം മറ്റ് ആവശ്യങ്ങൾക്കൊന്നും പലിശ ഇടപാടുകളുമായിട്ടുള്ള ഉള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാനേ പാടില്ല. എന്ത് ഗതി കെട്ടാലും നമ്മൾ ആ പലിശ സമീപിക്കാതിരുന്നാലില്ലേ, തീർച്ചയായും നമുക്ക് അല്ലാഹു ഒരു വഴി കാണിച്ചു തരും. ഇന്ന് നമ്മൾ എന്താക്കാന്നറിയോ, വേഗം പോയി ബാങ്കിൽ പോയി ആരുടെങ്കിലും പൊന്ന് വാങ്ങിച്ചിരിക്കും പണയം വെക്കുന്നുണ്ടാകാം. എന്തിന്? അതിന്റെ ആവശ്യമില്ല. അത് അവിടെ പൈസ ഇല്ലെങ്കിൽ അത് ചെയ്യണ്ട, അത്രേ ഉള്ളൂ. അങ്ങനെ വിചാരിച്ചാൽ മതി. അന്നേരം ഇല്ലേ, ഏതെങ്കിലും വൈക്കൂട്ടെ ഞാനൊരു ഹറാമോ ചെയ്യൂല, ഞാനൊരു പലിശ ഇടപാടിൽ ഞാൻ നിൽക്കൂല എന്ന് നമ്മൾ ഉറപ്പിച്ചു കഴിഞ്ഞാൽ അള്ളാഹു ഏതെങ്കിലും വഴിയിൽ നമുക്ക് ആ കാര്യം നടത്തിത്തരും. ഉറപ്പായിട്ട് നടത്തിത്തരും. ഈ വിശ്വാസവും തവക്കുലും നമുക്ക് വേണം, നമ്മുടെ ഹൃദയത്തിൽ വേണം. അള്ളാഹുവിന് കഴിയാത്തതായിട്ട് ഒന്നുമില്ല അല്ലെ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. ഈ ഒരു വിശ്വാസം നമ്മുടെ ഹൃദയത്തിൽ ഉറക്കണം. പലിശന്റെ ഇടപാടിൽ ഞാനില്ല, എന്ത് വന്നാലും ഞാനില്ല, അങ്ങനെ ഒരു തീരുമാനം എല്ലാവരും എടുത്തു നോക്ക്. നമ്മളെ കാര്യങ്ങൾ അല്ലാഹു തആല ബർക്കത്ത് തരുന്നത് നമ്മൾ അറിയൂല എല്ലാ കാര്യത്തിലും. അതുകൊണ്ട് ഹറാമായ മാർഗത്തിലൂടെയുള്ള സമ്പാദ്യം നമുക്ക് ഒരിക്കലും അതിൽ ബർക്കത്ത് ഉണ്ടാവൂല. പിന്നെ നമ്മളെ ബർക്കത്ത് നഷ്ടപ്പെടുത്തുകയും ചെയ്യും. അതുകൊണ്ട് പിന്നെ എന്ത് വിഷയത്തിലായാലും നമ്മൾ ബർക്കത്തിന് വേണ്ടിയിട്ട് ദുആ ചെയ്യുമ്പോൾ ഹലാല് പ്രത്യേകം ശ്രദ്ധിക്കുക, ഹറാമ്
പൂർണ്ണമായും ഒഴിവാക്കുക എന്നുള്ളത്. പിന്നെ ഭക്ഷണത്തിലെല്ലാം ഇതിനിങ്ങനെ പ്രാർത്ഥിക്കാൻ പറയുന്നുണ്ട് അല്ലെ. ആരെങ്കിലും ഭക്ഷണം നമുക്ക് ലഭിച്ചാൽ അല്ലാഹുമ്മ ബാരിക് ലനാ ഫീഹി വഅത്ഇംനാ ഖൈറൻ മിൻഹു അങ്ങനെ പ്രാർത്ഥിക്കാൻ പറയുന്നില്ലേ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീഹി, ഞങ്ങൾക്ക് ഇതിൽ നീ ബർക്കത്ത് നൽകണേ. വഅത്ഇംനാ ഖൈറൻ മിൻഹു, അതിനേക്കാൾ ഉത്തമമായത് ഞങ്ങൾക്ക് ഭക്ഷിക്കുകയും ചെയ്യട്ടെ. അതുപോലെ ഇത് നല്ലൊരു പ്രാർത്ഥനയാണ്. നമുക്ക് പിന്നെ ആരെങ്കിലും ഭക്ഷിപ്പിക്കുകയാണെങ്കിലും ഇങ്ങനെ പ്രാർത്ഥിക്കാന്ന് പറയുന്നുണ്ട്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീഹി വഅത്ഇംനാ ഖൈറൻ മിൻഹു. പിന്നെ കല്യാണം കഴിഞ്ഞാല് ഭാര്യ ഭർത്താക്കന്മാർക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന അല്ലാഹുമ്മ ബാറകല്ലാഹു ലക്കുമാ വബാറക അലൈക്കുമാ ജമഅ ബൈനകുമാ ഫീ ഖൈർ പറയുന്നുണ്ടല്ലോ അല്ലെ. അതെല്ലാം ബർക്കത്തിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന എല്ലാം. അതുപോലെ നമ്മള് ആശ്ചര്യകരമായിട്ട് എന്തെങ്കിലും നന്മകളൊക്കെ അല്ലെ കണ്ടു കഴിഞ്ഞാല് ബാറക്കല്ലാഹു ഫീക്കും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പറയാം. ബാറക്കല്ലാഹു ലക്ക അങ്ങനെ പ്രാർത്ഥിക്കാം കേട്ടോ. എല്ലാവർക്കും നമുക്ക് എന്തെങ്കിലും അനുഗ്രഹമായിട്ട് ആരെങ്കിലും കണ്ടാൽ നമ്മള് മാഷാ അല്ലാ മാഷാ അല്ലാ മാഷാ അല്ലാ എന്ന് പറയാം അല്ലെ. മാഷാ അല്ലാ എന്ന് പറഞ്ഞ ശീലായിട്ട് മാഷാ അല്ലാ പറയുന്നെങ്കിൽ ബാറക്കല്ലാ എന്നാ പറയേണ്ടത്. ബാറക്കല്ലാഹു ഫീക്ക്, ബാറക്കല്ലാഹു ഫീഹി, ബാറക്കല്ലാഹു ലക്ക, ബാറക്കല്ലാഹു ലക്കും. ഇങ്ങനെ അവർക്ക് താങ്കൾക്ക് അല്ലെ അതിൽ അള്ളാഹു ബർക്കത്ത് നൽകട്ടെ, അള്ളാഹുവിന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ, ഇങ്ങനെയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ആ രൂപത്തിലാണ്. അപ്പൊ അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളിപ്പോ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് പ്രാവർത്തികമാക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹുവിന്റെ ബർക്കത്ത് ലഭിക്കുന്ന സൗഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പറഞ്ഞ ഓരോ കാര്യങ്ങളും പറഞ്ഞതിനേക്കാളും കേട്ടതിനേക്കാളും ഉപരിയായിട്ട് അത് മനസ്സിലാക്കാനും അതും അമൽ ചെയ്യാനും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. റഹ്മാനായ അള്ളാഹുവേ, കാരുണ്യവാനായ അള്ളാഹുവേ, ഞങ്ങളിൽ ഒരുപാട് വീഴ്ചകളും പോരായ്മകളും വന്നു പോയിട്ടുണ്ട് അള്ളാഹുവേ. ഞങ്ങൾക്ക് അതെല്ലാം നീ വിട്ടുപുറത്ത് മാപ്പാക്കി തരണേ റഹ്മാനെ. ഒരുപാട് സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കാനുള്ള ആരോഗ്യം ഞങ്ങൾക്ക് നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ ആരോഗ്യത്തിലും ഞങ്ങളുടെ സമ്പത്തിലും ഞങ്ങളുടെ കുടുംബത്തിലും ഞങ്ങളുടെ സമ്പത്തിലും ഞങ്ങളുടെ മക്കളിലും ഞങ്ങളുടെ നാട്ടിലും എല്ലാം നീ ബർക്കത്ത് പ്രദാനം ചെയ്യണേ റഹ്മാനെ. ഞങ്ങളുടെ ആയുസ്സിലും ഞങ്ങൾക്ക് നീ ബർക്കത്ത് ശരിയണേ റഹ്മാനെ. അത് ലഭിക്കാനുള്ള ഇന്ന് നിർദ്ദേശിച്ച ഓരോ കാര്യങ്ങളും ജീവിതത്തിലെ എല്ലാ മേഖലകളിലും പ്രാവർത്തികമാക്കാൻ ഞങ്ങൾക്ക് നീ നല്ല തൗഫീഖ് പ്രദാനം ചെയ്യണേ റഹ്മാനെ. നല്ല ഈമാനുള്ള മുഅ്മിനീങ്ങളായി, നല്ല തഖ്വയുള്ള മുത്തഖീങ്ങളായി, നല്ല ഇഹ്സാനുള്ള മുഹ്സിനീങ്ങളായി ഈ ദുനിയാവിൽ ജീവിച്ച് മരിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് പ്രദാനം ചെയ്യണേ റഹ്മാനെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലി മരിക്കുവാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് എല്ലാവർക്കും നീ പ്രദാനം ചെയ്യണേ റഹ്മാനെ. അള്ളാഹുവിന്റെ ഹിദായത്താകുന്ന ഈ സന്മാർഗത്തിന്റെ വെളിച്ചം അത് സ്വീകരിച്ചുകൊണ്ട് ജീവിതത്തിലുടനീളം ആ ഒരു പ്രകാശപൂരിതമായ ഈമാനികമായ ഒരു ജീവിതം നയിക്കാൻ ഞങ്ങൾക്ക് നീ നല്ല തൗഫീഖ് പ്രദാനം ചെയ്യണേ റഹ്മാനെ. അതിലൂടെ ഞങ്ങൾക്ക് നാളെ ഞങ്ങളുടെ ഖബറുകളിൽ ഞങ്ങൾക്ക് പ്രകാശപൂരിതമായി നല്ല വെളിച്ചം നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. നാളെ നിന്റെ മഹ്ശറാ ലോകത്ത് വിചാരണക്ക് ഒരുമിച്ച് കൂട്ടുന്ന സമയത്ത് റബ്ബേ, വിചാരണയില്ലാതെ ശിക്ഷയില്ലാതെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്ന നല്ല സൗഭാഗ്യവാന്മാരിൽ ഞങ്ങളെല്ലാവരെയും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഏറ്റവും വലിയ സൗഭാഗ്യം എന്നുള്ളത് നിന്റെ സ്വർഗമാണ് അല്ലാഹുവേ. ആ സ്വർഗത്തിലേക്ക് എത്താനുള്ള ആ ഒരു സൗഭാഗ്യം, ആ ഒരു ബർക്കത്ത് ഞങ്ങൾക്ക് നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. അവിടെ നിന്നെ കണ്ടുമുട്ടാനുള്ള ആ ഒരു സൗഭാഗ്യം ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞങ്ങളിൽ നിന്നും നേരത്തെ വിട പറഞ്ഞു പോയ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് നാഥാ നീ മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യണേ റഹ്മാനെ. അവരുടെ കബറിടങ്ങൾ നീ വിശാലമാക്കി നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് ചേർത്ത് അനുഗ്രഹിക്കണേ റഹ്മാനെ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത എല്ലാവരുടെയും എല്ലാ ഹലാലായ മുറാദുകളും നീ സഫലീകരിച്ച് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഈ വർഷം ഹജ്ജിന് പോകാൻ വേണ്ടിയിട്ട് കൊടുത്ത കുറേ പേരുണ്ട് അല്ലാഹു. എല്ലാവർക്കും നല്ല ആരോഗ്യത്തോടെ റാഹത്തോടെ മക്ക എന്ന പുണ്യനാട്ടിലെത്താനും എല്ലാ കർമ്മങ്ങളും നല്ല റാഹത്തോടെ നിർവഹിക്കാനുമുള്ള എല്ലാ തൗഫീഖും നീ പ്രദാനം ചെയ്യണേ റഹ്മാനെ. എല്ലാവരുടെയും എല്ലാ ഹലാലായ ആഗ്രഹങ്ങളും നീ സഫലീകരിച്ച് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما
ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منكم والأموات إنك مجيب دعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار وادخلنا الجنة يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. توفنا مسلمين والحقنا بالصالحين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين 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 برحمتك يا أرحم الراحمين. وصلى الله على محمد والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.